السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. اللهم صل وسلم على نبينا محمد وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد. സഹോദരങ്ങളെ, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായ തൗഹീദ്, അത് പഠിപ്പിക്കുന്ന ഗ്രന്ഥമായ കിതാബു തൗഹീദ് എന്ന പ്രസിദ്ധമായ പുസ്തകമാണ് ഈ ദർസുകളിൽ നമ്മൾ വിവരിക്കാറുള്ളത്. കഴിഞ്ഞ ദർസിൽ ഈ ഗ്രന്ഥത്തിലെ ആദ്യത്തെ ഭാഗം, ആമുഖം, തൗഹീദ് നിർബന്ധമാണ് എന്ന കാര്യം അറിയിക്കുന്ന തെളിവുകളാണ്. ആ വിഷയത്തിൽ വന്ന ആയത്തുകളും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുമാണ് വിവരിച്ചത്. ഇനി ഇൻഷാ അല്ലാഹ് തൗഹീദിൻ്റെ ശ്രേഷ്ഠതകൾ, അതിനുള്ള പ്രതിഫലത്തിൻ്റെ വ്യാപ്തി ബോധ്യപ്പെടുത്തുന്ന അധ്യായമാണ് അടുത്തതായി അദ്ദേഹം നൽകിയിട്ടുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഖാല അൽ-മുഅല്ലിഫു റഹിമഹുല്ലാഹ് ബാബു ഫദ്ലി തൗഹീദി വമാ യുകഫിറു മിനദ്-ദുനൂബ് وقول الله تعالى الذين آمنوا ولم يلبسوا إيمانهم بظلم أولئك لهم الأمن وهم مهتدون. باب فضل التوحيد وما يكفر به من الذنوب. ബാബു ഫദ്ലി തൗഹീദ്. ബാബ് എന്ന് പറഞ്ഞാൽ കിതാബിനുള്ളിലുള്ള അധ്യായങ്ങൾക്ക് പറയുന്ന പേരാണ്. ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ എടുത്താൽ അതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞത് കാണാം. ബാബു ഫദ്ലി സ്വലാ, ബാബു ഫദ്ലി സക്കാ, നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത വിവരിക്കുന്ന അധ്യായം. ബാബ് എന്ന് പറഞ്ഞാൽ അധ്യായം എന്നാണ് അർത്ഥം. വാതിൽ എന്ന് മറ്റൊരർത്ഥമുണ്ട്. എന്നാൽ പുസ്തകങ്ങളിൽ തലക്കെട്ടായി ബാബുൻ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അധ്യായം എന്ന അർത്ഥമാണ്. ഒരു വിഷയത്തിലേക്ക് പ്രവേശിക്കാനുള്ള കവാടമാണ് അതിൻ്റെ തലക്കെട്ടുകൾ. ബാബു ഫദ്ലി അത്തൗഹീദ്, ഫദ്ലു തൗഹീദ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്ന അധ്യായം. വമാ യുകഫറു ബിഹി മിനദ്ദുനൂബ്, അതുപോലെ തൗഹീദ് കൊണ്ട് മാ യുകഫർ, കഫർ എന്ന വാക്ക് കഫാറത്ത് എന്ന വാക്കുമായി ബന്ധമുള്ളതാണ്. തെറ്റുകൾ ചെയ്താൽ അതിനുള്ള പ്രായശ്ചിത്തമാണ് കഫാറത്തുകൾ. കഫറ എന്ന പദത്തിന് അങ്ങനെ ഒരു അർത്ഥം കൂടിയുണ്ട്. വമാ യുകഫറു ബിഹി മിനദ്ദുനൂബ്, തൗഹീദ് കൊണ്ട് തിന്മകൾക്ക് ലഭിക്കുന്ന പ്രായശ്ചിത്തം എന്താണ് എന്ന് വിവരിക്കുന്ന അധ്യായം. ഈ അധ്യായത്തിൽ രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്നാമത്തെ കാര്യം തൗഹീദിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അതിൻ്റെ പ്രതിഫലത്തിൻ്റെ വ്യാപ്തി എത്ര വലുതാണ്, അത് നിന്റെ ജീവിതത്തിൽ നീ പ്രാവർത്തികമാക്കിയാൽ അള്ളാഹുവിങ്കൽ നിനക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലം എത്രമാത്രം വലുതാണ്. അതാണ് ഈ അധ്യായത്തിൽ ഒന്നാമത്തെ വിഷയം, ഫദ്ലു തൗഹീദ്. രണ്ടാമത്തെ കാര്യം വമാ യുകഫറു ബിഹി മിനദ്ദുനൂബ്, തൗഹീദ് കൊണ്ട് നിന്റെ തിന്മകൾക്ക് ലഭിക്കുന്ന പ്രായശ്ചിത്തം എത്രമാത്രമുണ്ട്, എന്തുമാത്രം നിന്റെ തെറ്റുകൾ പൊറുക്കപ്പെടാൻ തൗഹീദ് കാരണമാകും എന്നതാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. ഒരു മനുഷ്യൻ അവൻ്റെ ദുനിയാവിൽ അല്ലെങ്കിൽ അവൻ്റെ പരലോകത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവൻ ആഗ്രഹിക്കുന്ന നേട്ടങ്ങൾ, നന്മകൾ അവന് നേടിപ്പിടിക്കാൻ സാധിക്കണം, സ്വർഗം ലഭിക്കണം, സ്വാലിഹീങ്ങളോടൊപ്പം ജീവിക്കാൻ സാധിക്കണം. അതാണ് ഫദ്ലു തൗഹീദ്, തൗഹീദിൻ്റെ ശ്രേഷ്ഠതകൾ, നന്മകൾ വിവരിക്കുകയാണ് അതിലൂടെ. രണ്ടാമത്, അവൻ ആഗ്രഹിക്കുന്നത്, അവൻ പേടിക്കുന്ന, ഭയക്കുന്ന തിന്മകളിൽ നിന്ന് അവന് രക്ഷപ്പെടാൻ സാധിക്കണം. പരലോകത്ത് അവന് തിന്മകൾ ഉണ്ടാകാൻ കാരണമാകുന്നത് എന്തുകൊണ്ടാണ്? തിന്മകൾ കൊണ്ടാണ്.
ഒരാളുടെ പരലോകം നഷ്ടപ്പെടുന്നത് അവൻ്റെ തിന്മകൾ കാരണത്താലാണ്, ദുനൂബുകൾ കൊണ്ടാണ്. രണ്ട് കാര്യങ്ങളും ഇവിടെ തൗഹീദ് കൊണ്ട് ലഭിക്കുന്ന രണ്ട് കാര്യങ്ങൾ അദ്ദേഹം വിവരിച്ചിരിക്കുന്നു. തൗഹീദ് നന്മകൾ നേടിത്തരാൻ സഹായകമാണ്. തൗഹീദ് തിന്മകൾ കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ തടുക്കാനും ഉപകരിക്കുന്നതാണ്. അതാണ് ഫദ്ലു തൗഹീദ് വമാ യുകഫറു ബിഹി മിനദ് ദുനൂബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം. രണ്ടു കാര്യങ്ങൾ തൗഹീദ് കൊണ്ട് ലഭിക്കും. നന്മകൾ ലഭിക്കും, തിന്മകളുടെ ഉപദ്രവങ്ങൾ അള്ളാഹു തൗഹീദ് കൊണ്ട് തടുത്തു നിർത്തുകയും ചെയ്യും. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ തൗഹീദ് പ്രാവർത്തികമാക്കിയാൽ സഹോദരങ്ങളെ അവന് ലഭിക്കുന്ന നന്മ ഏറ്റവും വലുതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകൾക്കായി ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യങ്ങളിൽ ഒന്നാണ് അവൻ്റെ സ്വർഗമെന്ന്. തൗഹീദ് സ്വർഗത്തിൽ അവന് പ്രവേശിക്കാൻ സാധിക്കണമെങ്കിൽ ആദ്യമായി ഉണ്ടാകേണ്ട നിബന്ധനയാണ്. തൗഹീദ് ഇല്ലാതെ ഒരു നന്മയും സ്വീകരിക്കപ്പെടുകയില്ല. ഒരാൾ തൗഹീദ് പാലിച്ചിട്ടില്ല, എന്നിട്ട് അവൻ നിസ്കരിക്കുകയും നോമ്പ് നോൽക്കുകയും സക്കാത്ത് കൊടുക്കുകയും സദഖ നൽകുകയും ഹജ്ജ് ചെയ്യുകയും ഉംറ ചെയ്യുകയും നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും എല്ലാം ചെയ്താലും തൗഹീദ് ഇല്ലെങ്കിൽ അവൻ്റെ അരികിൽ നിന്ന് ഈ പറഞ്ഞതൊന്നും സ്വീകരിക്കുകയില്ല. തൗഹീദ് അത് ഷർത്തുൻ ലി സലാഹിൽ അഅമാൽ, പ്രവർത്തനങ്ങൾ ഏതു നന്മയും സ്വീകരിക്കാനുള്ള നിബന്ധനയാണ് തൗഹീദ്. കാരണം നിനക്ക് സ്വർഗത്തിലേക്ക് കാൽ വെക്കണോ തൗഹീദ് വേണം. ഉദാഹരണത്തിന് ഗൾഫിലേക്ക് പോകുന്ന ആളുകൾ അവർക്ക് എയർപോർട്ടിൽ പാസ്പോർട്ട് വേണം. അതില്ല എങ്കിൽ എന്തെല്ലാം തിരിച്ചറിയൽ രേഖകൾ അവൻ കാണിച്ചു കൊടുത്തത് കൊണ്ടും കാര്യമില്ല. തൗഹീദ് സ്വർഗത്തിൽ നിനക്ക് പ്രവേശിക്കാനുള്ള ആദ്യത്തെ നിബന്ധനയാണ്. അവിടേക്ക് പോകാൻ നീ ആദ്യമായി പാലിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് എല്ലാ നന്മകളുടെയും അടിത്തറ തൗഹീദാണ്. കഴിഞ്ഞില്ല, സ്വർഗത്തിൽ ഉന്നതമായ പദവികൾ ലഭിക്കാൻ നിനക്ക് കാരണമാകുന്നത് നിന്റെ നന്മകളാണ്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു, മനുഷ്യർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്നതിനാലാണ്. നമ്മളിൽ ആരെങ്കിലും ഒരു തെറ്റും ചെയ്യാത്തവരായി ഉണ്ടോ? ഇല്ല. അള്ളാഹു പുറത്തു നൽകുന്നത് കൊണ്ടാണ് അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നത്. നമ്മളിൽ ആരുടെയെങ്കിലും പ്രവർത്തനങ്ങൾ സ്വർഗത്തിലുള്ള ഏതെങ്കിലും ഒരു അനുഗ്രഹത്തിന് തുല്യമാണോ? ആണോ? അല്ല. ഒരാളുടെയും പ്രവർത്തനം, ഒരാൾ എത്ര നിസ്കരിച്ചാലും അവൻ്റെ നിസ്കാരം സ്വർഗമെന്ന പ്രതിഫലത്തിന് തുല്യമല്ല. സ്വർഗത്തിൽ ഒരാൾ പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കൊണ്ടാണ്. സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ടാണ്. സ്വർഗത്തിൽ പദവികൾ കരസ്ഥമാക്കാൻ സഹായിക്കുന്നത് മനുഷ്യരുടെ പ്രവർത്തനങ്ങളാണ്. അതാണ് തർത്തീബ്, അതാണ് ക്രമം. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കൊണ്ട്, സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട്, സ്വർഗത്തിൽ പദവികൾ ലഭിക്കുന്നത് പ്രവർത്തനങ്ങൾ കൊണ്ട്. നിന്റെ അമലുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വർഗത്തിലെ പദവികൾ, ഉന്നതമായ പദവികൾ ലഭിക്കുക. തൗഹീദ് നിന്റെ സൽക്കർമ്മങ്ങളിൽ ഏറ്റവും വലുതാണ്. തൗഹീദിനെ അറിയിക്കുന്ന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതെന്താണ്? അഫ്ളലു ദിക്ർ, ദിക്റുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില ഹദീസുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിന്റെ ശ്രേഷ്ഠത വിശദീകരിച്ചുകൊണ്ട് അവിടുന്ന് പറഞ്ഞു, ഫഇന്നഹു ലാ യസ്ഖുലു മഅ ഇസ്മില്ലാഹി ശൈഉൻ, അള്ളാഹുവിൻ്റെ പേരിനോടൊപ്പം ഒന്നിനും കനം തൂങ്ങുകയില്ല. അതാണ് ഏറ്റവും കനമുള്ള കാര്യം. തൗഹീദാണ് നിന്റെ നന്മകളിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന കാര്യം. ഒരാൾ പരലോകത്തേക്ക് എത്തിയാൽ അവൻ്റെ നന്മയിൽ ഏറ്റവും കനം തൂങ്ങുന്ന നന്മ ഏതാണ്? തൗഹീദാണ്. അതാണ് ഒന്നാമത്തെ ഭാഗം, തൗഹീദിന്റെ ഫضൽ, തൗഹീദിന്റെ ശ്രേഷ്ഠത അറിയിക്കുന്ന കാര്യം അതാണ്. രണ്ടാമത്തെ കാര്യം, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തൗഹീദ് സഹായിക്കുന്ന വിധമാണ്. നമ്മൾ പറഞ്ഞു, സ്വർഗത്തിൽ പ്രവേശിക്കാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും തൗഹീദ് കാരണമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു, നരകത്തിൽ കാലാകാലം കിടക്കാതിരിക്കണം എങ്കിൽ ഒരാൾ എന്തെല്ലാം തിന്മകൾ പ്രവർത്തിച്ചാലും കാലാകാലം ഒരാൾ നരകത്തിൽ കിടക്കാതിരിക്കണമോ അവൻ എന്തു വേണം? തൗഹീദ് വേണം. എന്തെല്ലാം തിന്മകൾ ഒരാൾ ചെയ്താലും
ഏതെല്ലാം ഹറാമുകളിൽ ഒരാൾ വീണുപോയി, ഇതൊന്നും തിന്മകളെ നിസ്സാരപ്പെടുത്താനുള്ള വാക്കല്ല, തൗഹീദിന്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്താൻ വേണ്ടി പറയുന്ന വാക്ക് മാത്രമാണ്. നരകത്തിലെ ഒരു നിമിഷം എന്നാൽ കഠിനമായ ശിക്ഷയാണ്. എന്നാൽ ഒരാൾക്ക് നരകത്തിൽ നിന്ന് കാലാകാലം നരകത്തിൽ കിടക്കുക എന്നതിൽ നിന്ന് രക്ഷപ്പെടണമോ അവന് തൗഹീദ് വേണം. തൗഹീദ് അവനെ നരകത്തിൽ ശാശ്വതനാകുന്നതിൽ നിന്ന് കാത്തുരക്ഷിക്കും. കഴിഞ്ഞില്ല. രണ്ടാമത്തെ കാര്യം, തൗഹീദ് അവന്റെ തിന്മകൾ അങ്ങേയറ്റം പൊറുത്തു നൽകപ്പെടാൻ കാരണമാകുന്ന കാര്യമാണ്. ഒരാൾ ധാരാളം തിന്മകൾ, ധാരാളം ഹറാമുകൾ ചെയ്തു, അവൻ അമുസ്ലിമായിരുന്ന കാലഘട്ടത്തിൽ മദ്യപിച്ചു, അവൻ വൃത്തികേടുകൾ പ്രവർത്തിച്ചു, അനേകം തോന്നിവാസങ്ങൾ ചെയ്തു, അങ്ങനെ അവസാനത്തിൽ അവൻ മുസ്ലിമായി എന്ന് വിചാരിക്കുക. എങ്ങനെയാണ് അവൻ മുസ്ലിമാകുന്നത്? ഒരാൾ മുസ്ലിമാകുമ്പോൾ ആദ്യം പറയുന്ന കാര്യം എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദാണ് അവൻ ആദ്യമായി പറയുന്നത്. അതുപോലെ തന്നെ റിസാലത്തു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, അത് പറയുന്നതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇസ്ലാമു യജുബ്ബു മാ കാന ഖബ്ലഹ്, ഇസ്ലാം അവൻ മുൻപ് ചെയ്ത തിന്മകളെയെല്ലാം മായ്ച്ചു കളയുന്നതാണ്. അതല്ലെങ്കിൽ അവിടുന്ന് പറഞ്ഞു, അൽ ഇസ്ലാമു യഹ്ദിമു മാ കാന ഖബ്ലഹ്, ഒരാളുടെ ഇസ്ലാം അവൻ മുൻപ് ചെയ്ത തിന്മകളെയെല്ലാം തകർത്ത് കളയുന്നതാണ്. ഒരാൾക്ക് നരകത്തിൽ കാലാകാലം കിടക്കുന്നതിൽ നിന്ന് രക്ഷ ലഭിക്കണം തൗഹീദാണ്. ഒരാൾക്ക് അവന്റെ തിന്മകൾ പുറത്തു നൽകപ്പെടാൻ തൗഹീദിനോളം സഹായിക്കുന്ന മറ്റൊരു ശുദ്ധീകരണ വസ്തുവുമില്ല. നമ്മുടെ വസ്ത്രത്തിൽ പറ്റിപ്പിടിക്കുന്ന വൃത്തികേടുകൾ പോലെയാണ് തിന്മകൾ എന്ന് പറയുന്നത്. തിന്മ ശുദ്ധീകരിക്കാൻ തൗഹീദിനോളം സാധിക്കുന്ന മറ്റൊരു കാര്യവുമില്ല. ഇൻഷാ അല്ലാഹ് ഈ അധ്യായത്തിൽ ഈ വിഷയത്തിൽ വന്ന തെളിവുകൾ ധാരാളം അദ്ദേഹം നൽകിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ നഫ്സും മരണത്തെ ആസ്വദിക്കുന്നതാണ്. വ ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, നിങ്ങളുടെ പ്രതിഫലം പൂർണ്ണമായി നിങ്ങൾക്ക് നൽകപ്പെടുന്നത് ഖിയാമത്ത് നാളിലാണ്. ഫമൻ സുഹ്സിഹ അനിൻ നാർ വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. രണ്ട് കാര്യങ്ങൾ. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ. അറബിയിൽ സുഹ്സിഹ എന്ന പദം ഒരാളെ പ്രയാസത്തിൽ, ഒരു കാര്യത്തിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി, വളരെ പ്രയാസപ്പെട്ട് ഒരാളെ വലിച്ചു പുറത്തേക്ക് എടുത്തിടുന്നതിനാണ് സുഹ്സിഹ എന്ന് പറയുക. ഫമൻ സുഹ്സിഹ അനിൻ നാർ, ആരെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ, വ ഉദ്ഖിലൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടാൽ, ഫഖദ് ഫാസ്, അവൻ വിജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദര, പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളെ അല്ലാത്തവരെ, തൗഹീദ് എല്ലാ നന്മകളുടെയും അടിത്തറയാണ്, എല്ലാ തിന്മകളെയും തകർക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. ഈ കാര്യം ബോധ്യപ്പെടുത്തുന്ന അധ്യായമാണ് ഈ അധ്യായം. ഇതാണ് അദ്ദേഹം ഒന്നാമത്തെ അധ്യായമായി നൽകിയിട്ടുള്ളത്. ഇത് ഇനി അങ്ങോട്ട് തൗഹീദ് പഠിക്കാൻ നിങ്ങളുടെ ഹൃദയത്തിൽ താല്പര്യവും ഇഷ്ടവും ആഗ്രഹവും ഉണ്ടാക്കാൻ കാരണമാകേണ്ടതാണ്. തൗഹീദിന് ഇത്ര ശ്രേഷ്ഠതയുണ്ട് എങ്കിൽ സഹോദര, നീ ഇത് പഠിക്കണം. ഇത്ര പ്രതിഫലമുള്ള കാര്യമായിട്ട് നീ അത് പഠിക്കാതെ ഉപേക്ഷിക്കുക എന്നത് നിനക്കൊരിക്കലും യോജിച്ചതല്ല. ഈ അധ്യായത്തിൽ ഒന്നാമത് അദ്ദേഹം നൽകിയത് സൂറത്തുൽ അൻആമിലെ ആയത്താണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിളുൽമിൻ ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അല്ലദീന ആമനു, ഈമാനുള്ള ആളുകൾ, ഈമാൻ സ്വീകരിച്ച ആളുകൾ. ഖുർആനിൽ ഈമാൻ ഉള്ളവർ പൊതുവെ നമ്മൾ വിശ്വാസികൾ, സത്യവിശ്വാസികൾ എന്നൊക്കെ പരിഭാഷകളിൽ പറയും. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അള്ളാഹുവിലും അവൻ്റെ റസൂലിലും പരലോകത്തിലും വിശ്വസിക്കുകയും ഇസ്ലാം സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാമെന്ന് അംഗീകരിക്കുകയും ചെയ്തവരാണ് മുഅ്മിനീങ്ങൾ. അതാണ് അതിൻ്റെ അർത്ഥം. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലദീന ആമനു എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്ന് വിശ്വസിച്ചാൽ പോരാ. അതല്ലെങ്കിൽ സത്യം വിശ്വസിച്ചു, ഏതെങ്കിലും ചില സത്യങ്ങൾ വിശ്വസിച്ചത് കൊണ്ട് കാര്യമില്ല. മറിച്ച് അള്ളാഹുവിലും അവൻ്റെ റസൂലിലും പരലോകത്തിലും വിശ്വസിക്കുകയും ഇസ്ലാമിനെ അംഗീകരിക്കുകയും തൻ്റെ ദീനായി സ്വീകരിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റാൻ തയ്യാറാവുകയും ചെയ്തവനാണ് അല്ലദീന ആമനു, അവനാണ് മുഅ്മിൻ. അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചവൻ, അള്ളാഹുവിൽ വിശ്വസിച്ചവൻ, പരലോകത്തിൽ വിശ്വസിച്ചവൻ,
ഈമാൻ ഹൃദയത്തിൽ പ്രവേശിച്ചവൻ. എന്താണ് അവന്റെ കാര്യം? അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ. തങ്ങളുടെ ഈമാനിൽ വലം യൽബിസു, അവർ കൂട്ടിക്കലർത്തിയില്ല, കലർപ്പുണ്ടാക്കിയില്ല. യാ അഹ്ലൽ കിതാബ് ലിമ തൽബിസൂന അൽ ഹഖ് ബിൽ ബാത്തിൽ. അല്ലയോ വേദക്കാരെ, ലിമ തൽബിസൂൻ, നിങ്ങൾ എന്തിനാണ് ഹഖിനെയും ബാത്തിലിനെയും കൂട്ടിക്കലർത്തുന്നത്? അല്ലദീന ആമനു, മുഅ്മിനീങ്ങളാവുകയും വലം യൽബിസു, പിന്നീട് കൂട്ടിക്കലർത്തുകയും ചെയ്തില്ല. വലം യൽബിസു ഈമാനഹും, തങ്ങളുടെ ഈമാനിൽ അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. ബിദുൽമിൻ, ഒരു ദുൽമും അവർ കൂട്ടിക്കലർത്തിയിട്ടില്ല. ദുൽമിൻ അറബിയിൽ പറയുന്നത് വദ്ഉ ശൈഇ ഫി ഗൈരി മൗദിഇ, ഒരു കാര്യം വെക്കേണ്ടടുത്തല്ലാതെ വെച്ചാൽ അതാണ് അറബിയിൽ ദുൽമ് എന്ന് പറയുന്നത്. ഒരു സാധനം വെക്കേണ്ടടുത്ത് അതിന് യോജിച്ച സ്ഥലത്ത് വെക്കാത്തതിനാണ് അറബിയിൽ അതിക്രമം എന്ന് പറയും, ക്രമമില്ലാത്ത അവസ്ഥ. അതാണ് ദുൽമ് എന്ന് പറയുന്നത്. നീ ഉദാഹരണത്തിന് നിനക്ക് അനർഹമായ സമ്പത്ത് നീ മോഷ്ടിച്ചാൽ ആ സമ്പത്ത് വെക്കേണ്ടടത്ത് നീ വെക്കാതിരുന്നിരിക്കുന്നു, അത് അതിക്രമമാണ്. മോഷ്ടിച്ചു കഴിഞ്ഞാൽ അതെന്താണ് അതിക്രമമാകുന്നത്? എന്തുകൊണ്ടാണ്? ആ സമ്പത്ത് അത് യഥാർത്ഥത്തിൽ ഇരിക്കേണ്ടത് മറ്റൊരുത്തൻ്റെ കയ്യിലാണ്. അവൻ്റെ കയ്യിൽ ഉണ്ടാകേണ്ട സമ്പത്ത് അതിന് യോജിക്കാത്ത സ്ഥലത്ത് നീ വച്ചിരിക്കുന്നു, അത് അതിക്രമമാണ്. അതാണ് ദുൽമ് എന്ന് പറയുന്നത്. ഒരാൾ വ്യഭിചരിക്കുന്നു, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ തിന്മയിൽ ഒരാൾ അകപ്പെട്ടാൽ അവൻ തൻ്റെ ഷഹ്വത്തിനെ, ദേഹേച്ഛയെ അള്ളാഹു അനുവദിച്ച സ്ഥലത്ത് വെക്കാതെ, അതിന് യോജിച്ച സ്ഥലത്ത് ഉപയോഗപ്പെടുത്താതെ, അതിന് യോജിക്കാത്ത അനർഹമായ സ്ഥലത്ത് അത് ഉപയോഗിച്ചിരിക്കും. അതാണ് അതിക്രമം എന്ന് പറയുന്നത്, അതാണ് ദുൽമ് എന്ന് പറയുന്നത്. അള്ളാഹു പറയുന്നു വല്ലദീന ആമനു, മുഅ്മിനീങ്ങളാവുകയും വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, തങ്ങളുടെ ഈമാനിൽ ദുൽമ്, അതിക്രമം കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവർ, അവരെയാണ് അള്ളാഹു പുകഴ്ത്തിയത്. അവർക്കാണ് അള്ളാഹു പ്രശംസകൾ വാരിച്ചൊരിഞ്ഞിരിക്കുന്നത്. വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, മുഅ്മിനാവുകയും പിന്നീട് ഒരു ദുൽമ് കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവർ, ഉലൈക ലഹുമുൽ അംനു, അവർക്കാകുന്നു അംനുള്ളത്, നിർഭയത്വമുള്ളത്. അവർക്കാകുന്നു നിർഭയത്വം. അംൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ള. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് നൽകപ്പെട്ടിരിക്കുന്നവർ. അവർക്കാണ് അള്ളാഹു സന്മാർഗം, ശരീയുടെ വടി എന്താണ് എന്ന് കാണിച്ചു കൊടുത്തിരിക്കുന്നത്. രണ്ട് പ്രതിഫലങ്ങളാണ് അള്ളാഹു പറഞ്ഞത്. ഒന്ന് നിർഭയത്വമുണ്ട്, രണ്ട് അവർക്ക് അള്ളാഹു നേരായ വടി കാണിച്ചു കൊടുക്കും, ഹിദായത്ത് കൊടുക്കും. ഈ ആയത്ത് കേട്ടപ്പോൾ സ്വഹാബികൾ അവർ പേടിച്ചുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബിമാർ ഈ ആയത്ത് കേട്ടപ്പോൾ ഹദീസിൽ കാണാം, ഷഖ്ഖ ദാലിക അലാ അസ്ഹാബി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബികൾ ഈ ആയത്ത് കേട്ടപ്പോൾ അവർക്കിത് പ്രയാസകരമായി തോന്നി. അവർ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അയ്യുനാ ലാ യസ്ലിമു നഫ്സഹ്, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങളിൽ ആരാണ് എന്തെങ്കിലും ഒരു അതിക്രമം ചെയ്യാത്തവരായി ഉള്ളത്? ഒരു ദുൽമ് ചെയ്യാത്ത, ഈമാൻ സ്വീകരിച്ചതിന് ഒരു ദുൽമും ചെയ്യാത്ത ആളുകൾ അവരിപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ ആരാണ് ഉണ്ടാവുക? അങ്ങനെ നോക്കൂ നിങ്ങൾ, അവർക്ക് ഈ ആയത്ത് കേട്ടപ്പോൾ അവർക്കുണ്ടായ ഭയം നോക്കൂ നിങ്ങൾ. നമ്മൾ എത്ര ആയത്തുകൾ, തിന്മകൾ ചെയ്തവർക്ക് ഇങ്ങനെ ശിക്ഷയുണ്ട്, ഇങ്ങനെ താക്കീതുകളുണ്ട് എന്ന് കേൾക്കുന്നു, നമ്മുടെ മനസ്സിൽ എന്ത് പേടിയാണ് ഉണ്ടാകാറുള്ളത്? അവർ പേടിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവർ ഓടിയെത്തുകയാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ലൈസ ദാലിക്, നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെയല്ല അതിൻ്റെ അർത്ഥം. എന്തെങ്കിലും ഒരു അതിക്രമം ചെയ്താൽ അവനൊക്കെ നിർഭയത്വം ഉണ്ടാവുകയില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഇന്നമാ ഹുവ ശിർക്കു, ഇവിടെ പറഞ്ഞ ദുൽമ്, ഇവിടെ പറഞ്ഞ അതിക്രമം ശിർക്കാണ്. അലം തസ്മഉ ഖൗല ലുഖ്മാൻ ലിബ്നിഹി വഹുവ യഇദുഹു, ലുഖ്മാൻ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മകനെ ഉപദേശിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്ക് നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. ആ ദുൽമാണ് അവിടെ.
ലുഖ്മാൻ നബി തന്റെ മകനോട് പറഞ്ഞു, യാ ബുനയ്യ, പൊന്നു മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ശിർക്ക് ചെയ്യരുത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായും ശിർക്കാകുന്നു ഏറ്റവും കടുത്ത ദുൽമ്, ഏറ്റവും കടുത്ത അതിക്രമം ശിർക്കാണ്. ലുഖ്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പറഞ്ഞ ആ ദുൽമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരാൾ ഈമാൻ സ്വീകരിക്കുകയും പിന്നെ ശിർക്ക് എന്ന ദുൽമ് ചെയ്യാതിരിക്കുകയും ചെയ്താൽ ഉലൈക ലഹുമുൽ അംൻ, അവർക്ക് നിർഭയത്വമുണ്ട്. ഇവിടെ പറഞ്ഞ ശിർക്ക് പണ്ഡിതന്മാർ പറഞ്ഞു ശിർക്കിന്റെ എല്ലാ ഇനങ്ങളെയും ഉൾക്കൊള്ളുന്നതാണ്. ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ, ഷിർക്കുൻ ഖഫി. വലിയ ഷിർക്ക് അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നതുപോലെ, ഷിർക്കുൻ അസ്ഗർ ചെറിയ ഷിർക്ക്, ഉദാഹരണത്തിന് അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ സത്യം ചെയ്യുക എന്നതുപോലെ, ഷിർക്കുൻ ഖഫി അതല്ലെങ്കിൽ ഗോപ്യമായ ഹൃദയത്തിൽ വന്നുപോകുന്ന ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ഇബാദത്ത് ചെയ്യുക എന്നതുപോലെയുള്ള ഷിർക്ക്. ഇതെല്ലാം ഈ പറഞ്ഞതിൽ ഉൾപ്പെടും. ഷിർക്ക് ചെയ്യാത്തവർ അവർക്ക് നിർഭയത്വമാണ്. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ, അവർക്കാകുന്നു യഥാർത്ഥ നിർഭയത്വമുള്ളത്, അവർക്കാണ് ഹിദായത്ത് ലഭിച്ചിരിക്കുന്നത്. ഈ ആയത്ത് യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, ഇത് ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിന് തൊട്ടു മുൻപുള്ള 2 ആയത്തുകൾ കൂടി നിങ്ങൾ കേൾക്കണം. സൂറത്തുൽ അൻആമിലെ ഇതിന് തൊട്ടു മുൻപുള്ള 80, 81 ആയത്തുകൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രമാണ് ആയത്തിൽ അള്ളാഹു പറയുന്നത്. അള്ളാഹു പറയുന്നു, വഹാജ്ജഹു ഖൗമുഹു, ഇബ്രാഹിം നബിയോട് അദ്ദേഹത്തിന്റെ ജനത തർക്കിച്ചു. ഖാല, ഇബ്രാഹിം അവരോട് മറുപടിയായി പറഞ്ഞു, അതുഹാജ്ജൂനി ഫില്ലാഹ്, അള്ളാഹുവിന്റെ കാര്യത്തിലാണോ നിങ്ങൾ എന്നോട് തർക്കിക്കുന്നത്? അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാൻ പാടില്ല എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? അതിനുവേണ്ടിയാണോ നിങ്ങൾ ഞങ്ങളോട് സംവാദത്തിന് വരുന്നത്? വഖദ് ഹദാനി, അള്ളാഹു എനിക്കിതാ ഈ തൗഹീദിലേക്ക് മാർഗദർശനം നൽകിയിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറയാം, വലാ അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അൻ യശാ റബ്ബി ശൈഅ. ഇബ്രാഹിം നബി അവരുടെ വിഗ്രഹങ്ങളെ കുറിച്ചും അതിനെ ആരാധിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇബ്രാഹിമിനോട് അവർ പറഞ്ഞു, നീ ഞങ്ങളുടെ വിഗ്രഹങ്ങളെ കുറ്റം പറഞ്ഞാൽ ഞങ്ങളുടെ വിഗ്രഹങ്ങൾ നിനക്ക് ഉപദ്രവം ചെയ്യും. നമ്മളെ നാട്ടിൽ പറയാറുള്ളത് പോലെ ഔലിയാക്കന്മാരോട് ദുആ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പറയും, നിനക്ക് ഔലിയയുടെ കുരുത്തക്കേട് തട്ടും. ചില ആളുകൾ ചിലപ്പോൾ ഇത് പറയുന്നത്, അങ്ങനെ പറയരുത്, അങ്ങനെ പറയാൻ പാടില്ല, ഔലിയന്റെ കുരുത്തക്കേട് തട്ടും, പറയാൻ പാടില്ല. അദ്ദേഹം പറയാൻ, വലാ അഖാഫു മാ തുശ്രികൂന ബിഹി ഇല്ലാ അൻ യശാ റബ്ബി ശൈഅ, എന്റെ റബ്ബ് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അത് സംഭവിക്കുമെന്നതല്ലാതെ നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല. എന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? മനുഷ്യനാണ്, ചിലപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും സമ്പത്തിൽ നഷ്ടമുണ്ടാകും. അപ്പൊ സമ്പത്തിൽ നഷ്ടമുണ്ടായാൽ ഇവർ വന്ന് കണ്ടില്ലേ കണ്ടില്ലേ, ഔലിയനെ കുറ്റം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞതാണ്. പറഞ്ഞത് കേട്ടാ തോന്നുന്നു അവൻ ഔലിയാനെ ആരാധിക്കുന്നത് കൊണ്ട് ദുനിയാവിൽ ഒരു മുള്ളുപോലും കുത്താതെയാണ് നടക്കുന്നത് എന്ന്. പലപ്പോഴും തൗഹീദിന്റെ ആളുകളെക്കാൾ ദുനിയാവിൽ കടുത്ത പ്രയാസം അനുഭവിക്കുന്നവർ ഇവരായിരിക്കും. ആ പ്രയാസങ്ങൾ കാരണം ഇവരെപ്പോഴെങ്കിലും തൗഹീദ് സ്വീകരിക്കോ? ഇല്ല. സ്ഥിരം ഒരു ജാറത്തിൽ നിന്ന് വേറൊരു ജാറത്തിലേക്ക്, ഒരു ദൈവത്തിൽ നിന്ന് മറ്റൊരു ദൈവത്തിലേക്ക്, ഒരു ആൾ ദൈവത്തിന്റെ അരികിൽ നിന്ന് മറ്റൊരു ആൾ ദൈവത്തിന്റെ അരികിലേക്ക്, ഒരു ജോത്സ്യന്റെ അരികിൽ നിന്ന് മറ്റൊരു ജോത്സ്യന്റെ അരികിലേക്ക്, ഒരു തങ്ങളുപ്പാപ്പയുടെ അരികിൽ നിന്ന് മറ്റൊരു തങ്ങളുപ്പാപ്പയുടെ അരികിലേക്ക്, ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കുക എന്നതായിരിക്കും ജീവിതം മുഴുവൻ. അതായിരിക്കും. ഓരോ പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കൂല, അതിങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്, ഒന്ന് കഴിഞ്ഞാൽ ഒന്ന്. ഇബ്രാഹിം നബി അവരോട് പറഞ്ഞു, നിങ്ങൾ പങ്കു ചേർക്കുന്ന ഒന്നിനെയും ഞാൻ പേടിക്കുന്നില്ല. വസിഅ റബ്ബി കുല്ല ശൈഇൻ ഇൽമൻ അഫലാ തതദക്കറൂൻ വകൈഫ അഖാഫു മാ അശ്റക്തും. ഇദ്ദേഹത്തിന്റെ ചോദ്യമാണ്, വകൈഫ അഖാഫു മാ അശ്റക്തും, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്നതിനെ ഞാൻ എങ്ങനെ ഭയക്കാനാണ്? വലാ തഖാഫൂന അന്നകും അശ്റക്തും ബില്ലാഹ് മാ ലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താന, നിങ്ങളെ പടച്ച അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത്, ഒരു തെളിവുമില്ലാതെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നത്, അതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിങ്ങൾ പേടിക്കുന്നില്ല, പിന്നെ ഇതിന് ഞാൻ പേടിക്കണം? അള്ളാഹുവിനോടൊപ്പം ഔലിയാക്കന്മാരെയും നബിമാരെയും ആൾ ദൈവങ്ങളെയും മരങ്ങളെയും സാലിഹീങ്ങളെയും വിളിച്ചു ദുആ ചെയ്യുമ്പോൾ, അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോൾ നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ല, പിന്നെ നിങ്ങൾ പങ്കു ചേർക്കുന്നതിനെ ഞാൻ എന്തിനു പേടിക്കണം?
അതൊക്കെ സൃഷ്ടികളാണ്, അള്ളാഹുവിൻ്റെ പടപ്പുകളാണ്. അവർക്ക് എന്നെ പരലോകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. അവർക്ക് എന്നെ നരകത്തിലിടാൻ സാധിക്കുമോ? അവർക്ക് എന്നെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ? ഇല്ല. നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കുന്നില്ല, എന്നാൽ ഞാൻ നിങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ പേടിക്കണമെന്ന് നിങ്ങൾ പറയുന്നു. അതിനുശേഷമാണ് അള്ളാഹു പറഞ്ഞത്, അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. ഈമാൻ സ്വീകരിക്കുകയും ശിർക്ക് കൂട്ടിക്കലർത്താതിരിക്കുകയും ചെയ്തവർ, അവർക്കാണ് നിർഭയത്വമുള്ളത്. ഒരു മുഅ്മിനെ നീ നോക്കുക, ഒരു മുവഹിദിനെ നീ ശ്രദ്ധിക്കുക, തൗഹീദ് ഹൃദയത്തിൽ അടിയുറച്ചവനെ നീ നോക്കുക. ലോകം മുഴുവൻ അവനെതിരെ ചലിച്ചാലും അവൻ ധൈര്യത്തിൽ നിൽക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൗർ ഗുഹയിൽ അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒളിച്ചിരിക്കുകയാണ്. മുശ്രിക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അന്വേഷിച്ചുകൊണ്ട് ആളുകളെ പറഞ്ഞയച്ചിരിക്കുന്നു. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ചില ആളുകൾ ഈ ഗുഹയുടെ മുകളിൽ വന്നെത്തി. അവരുടെ കാലുകൾ ഗുഹക്കുള്ളിൽ ഇരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ അസ്സിദ്ദീഖും കണ്ടുകൊണ്ടിരിക്കുന്നു. അബൂബക്കർ അസ്സിദ്ദീഖിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്തെങ്കിലും പ്രയാസമുണ്ടാകുമോ എന്ന പേടിയുണ്ടായി. അതിനെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് അബൂബക്കറിനോട് പറയുകയാണ്, മാ ظنك باثنين الله ثالثهما. അള്ളാഹു മൂന്നാമനായി ഒപ്പം കൂടെയുള്ള രണ്ടാളുകളെ കുറിച്ച് അബൂബക്കർ താങ്കൾ എന്താണ് ധരിച്ചിരിക്കുന്നത്? മൂന്നാമനായി അള്ളാഹു എന്നെ സഹായിക്കാൻ ഉണ്ടാകുമ്പോൾ ഈ രണ്ടാളുകളെ എന്തു പ്രയാസം ബാധിക്കുമെന്ന് നീ പഠിക്കുന്നത്? തൗഹീദാണ്. അതാണ് തൗഹീദ്, അതാണ് തൗഹീദ്. ഒരു മുഅ്മിൻ അവൻ ദുനിയാവിൽ നിർഭയത്വമുള്ളവനാണ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ അള്ളാഹുവിനെ അല്ലാതെ പേടിക്കുന്നില്ല. അവൻ പരലോകത്തിലും അതുപോലെ പേടിയുള്ളവനാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ ലാ ഖൗഫുൻ അലൈഹിം, അവർക്കൊരു പേടിയില്ല. വലാ ഹും യഹ്സനൂൻ, അവർ ദുനിയാവിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ടത് ഓർത്ത് ദുഃഖിക്കുന്നുമില്ല. അതാണ് ഔലിയാക്കന്മാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ വഹും മിൻ ഫസഇൻ യൗമഇദിൻ ആമിനൂൻ, അവർ അന്ത്യനാളിൽ ആ പേടിയിൽ നിന്നൊക്കെ നിർഭയരായിരിക്കും. അവർക്കാണ് നിർഭയത്വം. എന്നാൽ ഒരു മുശ്രിക് അവൻ എപ്പോഴും പേടിത്തോണ്ടനായിരിക്കും. അവൻ പേടിച്ചു പേടിച്ചു ദുനിയാവിൽ അവന് ഒന്നും ചെയ്യാൻ അവന് കാലുകൊണ്ട് തട്ട് തട്ടിയാൽ തെറിച്ചു പോകുന്ന കല്ലിനെ വരെ പേടിക്കാൻ തുടങ്ങും. കാറെടുക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ഒരു നാരങ്ങ വെച്ചിട്ട് അവന് പേടിയാണ്. ആ നാരങ്ങക്ക് അവനൊന്നും ചെയ്യാൻ സാധിക്കില്ല. അതിൻ്റെ മേലെ കൂടെ കയറ്റിയിട്ടില്ല അവൻ്റെ കാറെന്തോ തകർന്നു പോകുമെന്ന പേടിയിലാണ്. പേടിച്ച് എല്ലാത്തിനെയും പേടിക്കും. ജിന്നിനെ കുറിച്ച് പേടിച്ചുകൊണ്ടാണ് അവൻ ജീവിക്കുന്നത്. ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും പറയാം, ആ കട്ടിൽ അവിടെ വെക്കണ്ട, ജിന്ന് പോയി വരുന്ന സ്ഥലം. അപ്പോൾ ജിന്നിനെ പേടിച്ച് ആ കട്ടൽ അവിടെ നിന്ന് മാറ്റും. 1 ലക്ഷം 2 ലക്ഷമൊക്കെ ചിലപ്പോൾ ചിലവാക്കിയിട്ടുണ്ടാവും. എന്നാലും വേണ്ട, ജിന്നിനെ പ്രയാസപ്പെടുത്തണ്ട, അയാൾ സുഖമായിട്ട് പോയിക്കോട്ടെ. അവൻ കട്ടലങ്ങ് പൊളിച്ച് കളയും. ചില ആൾക്കാരെ വീട്ടിൽ ചെന്നാൽ കാണാം വീട്ടിൽ തൊള. അതെന്തേ തൊള ഇട്ടിക്കുന്നത്? ഇവിടെ എന്തിനാ എന്തെങ്കിലും ആവശ്യം ഇല്ല, ഇത് ജിന്നിന് പോകാനുള്ള സ്ഥലമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. മനുഷ്യന് അഖ്ലില്ല, മനുഷ്യന് ബുദ്ധിയില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ മുഅ്മിനായിട്ടാണ് ജീവിക്കാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളത്. വേറെ ചില ആളുകൾ എന്തെങ്കിലും ഇതുപോലെ തൗഹീദിനെ കുറിച്ച് വലിയനെ പേടിയാണ്. വലിയ കാണും, വലിയ കേൾക്കും, അവൻ പേടിയാണ്. വേറെ ചില ആളുകൾ സാഹിറന്മാരെ എതിർത്താൽ, സാഹിറന്മാർ മാരണക്കാർ, അവർ ഉപദ്രവകാരികളാണ്, അവർ ഇസ്ലാമിൽ അങ്ങേറ്റത്തെ ശത്രുക്കളാണ്, അവരെ കുറിച്ചൊന്നും പറയണ്ട, അവർ നിങ്ങളെ വെറുതെ ഉപദ്രവിക്കും, നിങ്ങളെന്തിനാ അതിനെക്കുറിച്ചൊക്കെ പറയാൻ നിൽക്കുന്നത്? പേടിയാണ്, എല്ലാത്തിനെയും അവന് പേടിയാണ്. പണ്ഡിതന്മാർ പറഞ്ഞത് എത്ര ശരിയാണ്. മൻ ഖാഫല്ലാഹ് മൻ ലം യഖഫില്ലാഹ് ഖാഫ മിൻ കുല്ലി ഷൈ. ഒരാൾ അല്ലാഹുവിനെ പേടിച്ചിട്ടില്ലെങ്കിൽ അവൻ എല്ലാത്തിനെയും പേടിക്കും. വമൻ ഖാഫല്ലാഹ് അഖാഫഹുല്ലാഹു മിൻ കുല്ലി ഷൈ. ഒരാൾ അല്ലാഹുവിനെ ഭയന്നാൽ അല്ലാഹു അവനോട് എല്ലാവരുടെയും ഹൃദയത്തിൽ ആദരവും ബഹുമാനവും ഇട്ടുകൊടുക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പറഞ്ഞ ആയത്ത് പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്. മുഅ്മിനായവൻ, തൗഹീദുള്ളവൻ, അവന് പരിപൂർണ നിർഭയത്വവുമുണ്ട്, പരിപൂർണ ഹിദായത്തുമുണ്ട്. ഉദാഹരണത്തിന് അവൻ
ദുനിയാവിൽ അവന് ഹിദായത്ത് അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. സൂറത്തുൽ കഹ്ഫിൽ നിങ്ങൾ കണ്ടില്ലേ? സൂറത്തുൽ കഹ്ഫിൽ ആ യുവാക്കൾ അവിടെയുള്ള ശിർക്ക് ഉപേക്ഷിച്ചപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ തൗഹീദ് സ്വീകരിച്ചപ്പോൾ നാം അവർക്ക് ഹിദായത്ത് വർദ്ധിപ്പിച്ചു കൊടുത്തു. അതുപോലെ തന്നെ പരലോകത്തിൽ അവർക്ക് സിറാത്തുൽ മുസ്തഖീമിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്കുള്ള വഴി അവൻ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ടാണ് സ്വർഗ്ഗക്കാർ എന്തു പറയുന്നത്? സ്വർഗത്തിലെത്തിക്കഴിഞ്ഞാൽ അവരെന്താ പറയും? അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഈ വഴിയിലേക്ക് ഞങ്ങളെ എത്തിച്ച അള്ളാഹുവിന് സർവസ്തുതിയും. അവരെ അള്ളാഹുവാണ് അങ്ങോട്ട് എത്തിച്ചത്. എന്നാൽ മുശ്രിക്കോ, അവൻ ദുനിയാവിൽ എപ്പോഴും വഴി തെറ്റിയിട്ടായിരിക്കും. ഖുർആനിൽ അള്ളാഹു ഉപമ പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെയാണ്. അതല്ലെങ്കിൽ കല്ലദി ഇസ്തഹ്വത്ഹു ശൈത്താനു, അവൻ കല്ലദി ഇസ്തഹ്വത്ഹു ശയാത്തീനു ഫിൽ അർദി ഹയറാൻ, പിശാചുക്കൾ വഴി തെറ്റിച്ചവനെ പോലെയാണ്. അവന് ഭൂമിയിൽ എവിടേക്ക് തിരിയണമെന്ന് അവന് അറിയില്ല. ഈ ആയത്തെ എൻ്റെ സഹോദരങ്ങളെ, തൗഹീദിൻ്റെ പ്രാധാന്യവും അത് പരലോകത്തും ദുനിയാവിലും നിങ്ങൾക്ക് നിർഭയത്വവും ഹിദായത്തും നൽകുന്ന കാര്യമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന ആയത്താണ്. عن عبادة بن الصامت رضي الله عنه قال قال رسول الله صلى الله عليه وسلم من شهد أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن عيسى عبد الله ورسوله وكلمته ألقاها إلى مريم وروح منه والجنة حق والنار حق أدخله الله الجنة على ما كان من العمل أخرجاه. عن عبادة بن الصامت رضي الله عنه. ഈ കിതാബിലെ രണ്ടാമത്തെ ഹദീസാണിത്. നിങ്ങൾ മനഃപ്പാഠമാക്കാൻ സാധിക്കുമെങ്കിൽ മനഃപ്പാഠമാക്കണം. ഇസ്ലാമിക അഖീദയിലെ വളരെ പ്രധാനപ്പെട്ട പാഠങ്ങൾ ഉൾക്കൊള്ളുന്ന ഹദീസാണിത്. ഉബാദത്ത് ഇബ്നു സ്സാമിത്ത്, അദ്ദേഹം അൻസാരിയായ സഹാബിയാണ്. അഖബ ഉടമ്പടിയിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ബദരീങ്ങളിൽപ്പെട്ട സഹാബിയാണ് ഉബാദത്ത് ഇബ്നു അസ്സാമിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹം പറയുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദ, ആരെങ്കിലും സാക്ഷ്യം വഹിച്ചാൽ. ഷഹിദ എന്ന വാക്ക് സാക്ഷ്യം വഹിച്ചാൽ എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുള്ള ഈ കാര്യം, 3 കാര്യമാണ് യഥാർത്ഥത്തിൽ ഷഹാദത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം അൽ യഖീൻ. നീ എന്തൊരു കാര്യമാണോ സാക്ഷ്യം വഹിക്കുന്നത് അതിൽ നിനക്ക് ഉറച്ച ബോധ്യമുണ്ടാകണം. സംശയമുള്ള കാര്യത്തിന് ആൾക്ക് സാക്ഷ്യം പറയാൻ പാടുണ്ടോ? ഇല്ല. ഉറച്ച ബോധ്യമുണ്ടാകണം, സംശയം ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നീ സാക്ഷ്യം വഹിക്കുമ്പോൾ നിനക്ക് അതിൽ ഉറച്ച ബോധ്യമുണ്ടായിരിക്കണം. രണ്ടാമത്തെ കാര്യം വഅഖറ ബിലിസാനിഹി ഔ അൽ ഇഖ്റാർ ബില്ലിസാൻ, ഹൃദയത്തിൽ ഉറച്ച ബോധ്യമുള്ള കാര്യം നീ സാക്ഷ്യം പറയുകയാണ് ചെയ്യുന്നത്. അപ്പം എന്ത് ചെയ്യണം? നാവുകൊണ്ട് പറയണം. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഹൃദയത്തിൽ അംഗീകരിക്കുകയും അതിനനുയോജ്യമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തു. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് നാവുകൊണ്ട് പറയാൻ സാധിച്ചിട്ടും അവനത് പറഞ്ഞില്ല എങ്കിൽ അവൻ മുസ്ലിം അല്ല. ഒരാൾ ഷഹാദത്ത് കലിമ നാവുകൊണ്ട് ഉച്ചരിക്കാത്തിടത്തോളം അവൻ അതിൽ പറയുന്നതെല്ലാം പ്രാവർത്തികമാക്കിയാലും അവൻ മുസ്ലിം അല്ല. ഒന്നാമത്തെ കാര്യം അൽ യഖീൻ, ഹൃദയത്തിൽ ഉറച്ച വിശ്വാസം വേണം. രണ്ടാമത്തെ കാര്യം അൽ ഇഖ്റാർ ബിൽ ലിസാൻ, നാവുകൊണ്ട് അവൻ അത് പറയണം, അപ്പോൾ മാത്രമാണ് അത് സാക്ഷ്യമാവുക. മൂന്നാമത്തെ കാര്യം അൽ അമലു ബിമുഖ്തദാഹ്, ഈ പറഞ്ഞ സാക്ഷ്യം അതിന് അനുയോജ്യമായ പ്രവർത്തനം അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരാൾ നാവ് കൊണ്ട് പറഞ്ഞു, അവൻ്റെ ഹൃദയത്തിൽ ഉറച്ച വിശ്വാസമുണ്ട്, പക്ഷെ ഒന്നും പ്രവർത്തിക്കുന്നില്ല എങ്കിൽ അവൻ ആ പറഞ്ഞ സാക്ഷ്യത്തിൽ അവന് തന്നെ വിശ്വാസമില്ല എന്നതിൻ്റെ അടയാളമാണത്. മൻ ഷഹിദ, ഒരാൾ സാക്ഷ്യം വഹിക്കുകയാണ്. ഇങ്ങനെയാണ് സാക്ഷ്യം വഹിക്കേണ്ടത്. എന്താണ് അവൻ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്? അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവൻ സാക്ഷ്യം വഹിക്കേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനായി മറ്റൊരു ഇലാഹുമില്ല. ഒരേ ഒരു ഇലാഹ് അല്ലാഹു മാത്രമാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ അർത്ഥം വിശദീകരിക്കുന്ന ഒരു അധ്യായം ഇനി വരാനുണ്ട്. ആ സന്ദർഭത്തിൽ നമുക്ക് കൂടുതൽ വിവരിക്കാം. വഹ്ദഹു ലാ ശരീക ലഹ്. വഹ്ദഹു എന്ന് പറഞ്ഞാൽ അല്ലാഹു മാത്രമാണ് ആരാധനക്ക് അർഹൻ. ലാ ശരീക ലഹ് എന്ന് പറഞ്ഞാൽ അവന് അതിൽ യാതൊരു പങ്കുകാരനുമില്ല.
ഇൻഷാ അല്ലാഹ് അതും നമുക്ക് കൂടുതൽ വിശദീകരിക്കാവുന്ന കാര്യമാണ് അതിൻ്റെ അധ്യായം വരുമ്പോൾ. ഒന്നാമത് അവൻ സാക്ഷ്യം വഹിക്കേണ്ട കാര്യം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത്തെ കാര്യം വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് ഇബ്നു അബ്ദില്ലാഹ് അൽ ഖുറശി അൽ ഹാഷിമി അൽ മുത്തലിബി, മക്കയിൽ ജനിച്ച അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവിടുത്തെ കുറിച്ച് അവൻ വിശ്വസിക്കണം, സാക്ഷ്യം പറയണം. എന്ത്? അവിടുന്ന് അബ്ദുല്ലാഹ്, അല്ലാഹുവിൻ്റെ അബ്ദാൻ. എന്താ അല്ലാഹുവിൻ്റെ അബ്ദ് എന്ന് പറഞ്ഞാൽ? അല്ലാഹുവിൻ്റെ അടിമയാണ്, അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാണ്. അതാണ് അതിൻ്റെ അർത്ഥം. അല്ലാഹു പടച്ചവരാണ്, അവിടുന്ന് സൃഷ്ടാവല്ല, പിന്നെയോ സൃഷ്ടിയാണ്. അവിടുന്ന് ആരാധിക്കപ്പെടേണ്ടവനല്ല, പിന്നെയോ ആരാധിക്കുന്നവനാണ്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നവനാണ്, ആരാധിക്കപ്പെടേണ്ടവനല്ല. അബ്ദുൻ ലാ യുഅബദ്, ആരാധിക്കപ്പെടാൻ പറ്റിയ ആളല്ല, അബ്ദാണ്. അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ നിങ്ങൾ അല്ലാഹുവിന് പുറമെ ആരാധിക്കുന്നവരെല്ലാം ഇബാദുൻ അംസാലുക്കും, നിങ്ങളെ പോലെയുള്ള ഇബാദുകളാണ്, അല്ലാഹുവിൻ്റെ അടിമകളാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദാൻ, അല്ലാഹുവിന് അങ്ങേറ്റം ഇബാദത്ത് ചെയ്ത, അല്ലാഹുവിനോടുള്ള അടിമത്വം ഏറ്റവും പൂർണ്ണമാക്കിയവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അബ്ദ് എന്ന വിശേഷണം അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ ആർക്കാണുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അബ്ദുല്ലാഹ്. അതുകൊണ്ടാണ് അവിടുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ചാരി ഇരുന്ന് കഴിക്കാറുണ്ടായിരുന്നില്ല എന്നാണ്. എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു എന്നാണ്, ഇന്നമാ ആകുലു കമാ യഅകുലുൽ അബ്ദ്, ഞാനൊരു അടിമ ഭക്ഷിക്കുന്നത് പോലെ മാത്രമേ ഭക്ഷിക്കുകയുള്ളൂ. ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് അവിടുന്ന് തൻ്റെ ഒരു കാല് തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട്, ഒരു കാൽ സുജൂദിൽ നമ്മൾ ഇരിക്കുമ്പോൾ കാല് മടക്കി വെക്കൂലേ, അതേപോലെ ഒരു കാല് മടക്കി വെക്കും, മറ്റൊരു കാൽ ഉയർത്തി അദ്ദേഹം ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. എന്നിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. എന്നിട്ട് അവിടുന്ന് പറയുമായിരുന്നു, ഇന്നമാ ആകുലു കമാ യഅകുലുൽ അബ്ദ്, ഒരു അടിമ ഭക്ഷണം കഴിക്കുന്നത് പോലെയാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ അബ്ദാണ് എന്ന് അവൻ വിശ്വസിക്കണം. വറസൂലുഹു, കഴിഞ്ഞില്ല, അല്ലാഹുവിൻ്റെ അടിമ മാത്രമല്ല, അവൻ്റെ റസൂൽ കൂടിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പൂർണ്ണതയാണ്. ഒരു മനുഷ്യന് എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പൂർണ്ണതയാണ് അബ്ദുല്ലാഹ് വറസൂലുഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകട്ടെ അല്ലാഹുവിൻ്റെ അബ്ദുകളിൽ സയ്യിദ് വലദി ആദം, എല്ലാ ആദം സന്തതികളുടെയും നേതാവാണ്. റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരായ റസൂൽ ഏതാ? നമ്മുടെ റസൂലാണ് മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്നാണ് ഏറ്റവും ശ്രേഷ്ഠരായ റസൂൽ. നബിമാരിൽ റസൂലുകളാണ് നബിമാരെക്കാൾ ശ്രേഷ്ഠതയുള്ളവർ. റസൂലുകളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളവർ ഉലുൽ അസ്മാൻ. ഉലുൽ അസ്മിൽ ഏറ്റവും ശ്രേഷ്ഠ ഉലുൽ അസ്മ 5 പേരാണ്. നൂഹ് നബി, ഇബ്രാഹിം നബി, മൂസാ നബി, ഈസാ നബി അലൈഹിമുസ് സ്വലാത്തു വസ്സലാം, വനബിയുന അലൈഹി അഫ്ളലുസ് സ്വലാത്തു വതമ്മു തസ്ലീം. ഈ പറഞ്ഞ 5 പേർ ഉലുൽ അസ്മാൻ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ 2 പേരാണ്, ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് അലൈഹി അഫ്ളലുസ് സ്വലാത്തു വതമ്മു തസ്ലീം. അതിലേറ്റവും ശ്രേഷ്ഠതയുള്ളത് നമ്മുടെ റസൂൽ മുഹമ്മദ് ബിൻ അബ്ദില്ലാഹ് അവിടുത്തേക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം അവിടുന്ന് അള്ളാഹുവിൻ്റെ അബ്ദും അവൻ്റെ റസൂലുമാണെന്ന് വിശ്വസിക്കും. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൻ്റെ വസതിയ്യ, അതിൻ്റെ മധ്യമമായ നിലപാടാണിത്. അള്ളാഹുവിൻ്റെ റസൂലിനെ അവിടുത്തെ സ്ഥാനത്തിനു മുകളിൽ ഉയർത്തി അവിടുത്തെ ഇലാഹാക്കുന്നതിൽ നിന്ന് ഏത് വാക്കാണ് തടയുന്നത്? ഏത് വാക്ക് ഒരാൾ വിശ്വസിച്ചാൽ ഒരാൾ അള്ളാഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാഹാക്കുന്നതിൽ നിന്ന് രക്ഷപ്പെടും? അവിടുന്ന് അബ്ദുല്ലാഹ്, അള്ളാഹുവിൻ്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകേണ്ട സ്ഥാനം നൽകുന്നതിൽ ഒരാൾ കുറവ് വരുത്തുന്നുണ്ട് എങ്കിൽ അതിനുള്ള മറുപടി ഏത് വാക്കിലുണ്ട്? റസൂലുള്ളാഹ്. അവിടുന്ന് റസൂലാണ്, അവിടുന്ന് റസൂലാണ്. നിങ്ങളെ സാധാരണക്കാരെ പോലെ, നിങ്ങൾ സാധാരണക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന പോലെ റസൂലുള്ളാഹിയെ അഭിസംബോധന ചെയ്യരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകാരെ വിളിക്കുന്നത് പോലെ അവിടുത്തെ വിളിക്കരുത്, അവിടുത്തെ കുറിച്ച് സംസാരിക്കരുത്. 2 കാര്യങ്ങൾ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുൻ അബ്ദുല്ലാഹി വറസൂലുഹു.
അടുത്ത കാര്യം എന്താണ്? വഅന്ന ഈസ അബ്ദുല്ലാഹി വറസൂലുഹു വകലിമതുഹു അൽഖാഹ ഇലാ മർയമ വറൂഹും മിൻ. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അവൻ വിശ്വസിക്കേണ്ട കാര്യമാണ് ഈ പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം, ഈസ ഇബ്നു മറിയം, മറിയമിൻ്റെ മകൻ ഈസ അലൈഹി സ്വലാത്തു വസ്സലാം റസൂലുള്ളാഹിക്ക് മുൻപുള്ള നബി അദ്ദേഹമാണ്. അദ്ദേഹത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കിടയിൽ മറ്റൊരു നബി വന്നിട്ടില്ല. ഉലുൽ അസ്മിൽപ്പെട്ട നബിയാണ് അദ്ദേഹം. വഅന്ന ഈസ അബ്ദുല്ലാഹ്, ഈസാ നബി അള്ളാഹുവിൻ്റെ അബ്ദാൻ, അടിമയാണ്. അതാർക്കുള്ള മറുപടിയാണ്? നസാറാക്കൾക്കുള്ള മറുപടിയാണ്. വഅന്ന ഈസ അബ്ദുല്ലാഹ്, ഈസ അള്ളാഹുവിൻ്റെ അടിമയാണ്, അള്ളാഹുവിൻ്റെ പുത്രനല്ല, അള്ളാഹുവല്ല, 3 ഭാഗങ്ങളിലൊന്നല്ല, സ്രഷ്ടാവല്ല. അബ്ദുല്ലാഹ് അള്ളാഹുവിൻ്റെ അടിമയാണ്. വറസൂലുഹു അള്ളാഹുവിൻ്റെ റസൂലാണ്. അതാർക്കുള്ള മറുപടിയാണ്? ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം റസൂലാണ് എന്നത് ആർക്കുള്ള മറുപടിയാണ്? ഞങ്ങൾ ഈസയെ കൊന്നിരിക്കുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ആരാ പറഞ്ഞത്? ജൂതന്മാർ. യഹൂദർക്കുള്ള മറുപടിയാണ് ഈസ റസൂലുള്ളാഹ് എന്ന വാക്ക്. അവർ പറഞ്ഞു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജാരസന്തതിയാണ് എന്ന് അവർ പറഞ്ഞു. അദ്ദേഹം കൊല്ലപ്പെടേണ്ടവനാണ്, കുരിശിലേറ്റപ്പെടേണ്ടവനാണ്. ഞങ്ങൾ ഈസയെ കുരിശിലേറ്റിയിരിക്കുന്നു എന്നാണ് യഹൂദർ വാദിച്ചത്. വമാ സലബൂഹു വമാ ഖതലൂഹു വലാകിൻ ശുബ്ബിഹ ലഹു. അവർ ഈസയെ കൊന്നിട്ടുമില്ല, കുരിശിലേറ്റിയിട്ടുമില്ല. അവർക്ക് കാര്യം അവ്യക്തമാക്കപ്പെടുകയാണ് ചെയ്തത്. ഈസയെ പോലെയുള്ള അദ്ദേഹത്തോട് സാദൃശ്യമുള്ള ഒരാളെയാണ് അവർ കുരിശിലെത്തിയത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂലാണ്. നസാറാക്കൾക്കും യഹൂദർക്കുമുള്ള മറുപടിയാണ് ഈ വാക്ക്. വകലിമതുഹു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിനുള്ള പ്രത്യേകതകളിലൊന്നാണത്. വകലിമതുഹു, ഈസാ നബി അള്ളാഹുവിൻ്റെ കലിമത്ത് കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടയാളാണ്. ഈ കാര്യത്തിൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകതയിൽ നിന്നൊരു പങ്ക് അദ്ദേഹത്തിനുണ്ട്. എന്താ ആദം നബിയുടെ പ്രത്യേകത? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പിതാവോ മാതാവോ ഇല്ലാതെ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അള്ളാഹു അദ്ദേഹത്തെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? കുൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ഉണ്ടായി. ഇന്നമ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അള്ളാഹുവിൻ്റെ കുൻ എന്ന കലിമത്ത് കൊണ്ടാണ് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ടായത്. അദ്ദേഹത്തിന് പിതാവുമില്ല മാതാവുമില്ല. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഈ പറഞ്ഞ പ്രത്യേകതയിൽ ആദമിനോട് സാദൃശ്യമുണ്ട്. അതുകൊണ്ട് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് ഇന്നമാ മസലു ഈസ ഇൻദല്ലാഹി കമസലി ആദം ഖലഖഹു മിൻ തുറാബിൻ ثم قال له كن فيكون. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സാദൃശ്യമുള്ളവരാണ് അള്ളാഹുവിൻ്റെ അരികിൽ ആര്? ഈസ അലൈഹി സ്വലാത്തു വസ്സലാം. ആദമിനെ അള്ളാഹു മണ്ണിൽ നിന്ന് പടച്ചു, കുൻ എന്ന് പറഞ്ഞു, അദ്ദേഹം ഉണ്ടായി. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ കലിമത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹുവിൻ്റെ കലിമത്തിലൂടെയാണ് അദ്ദേഹം സൃഷ്ടിക്കപ്പെട്ടത്. ഒരു പിതാവും ഒരു മാതാവുമുള്ള സാധാരണ മനുഷ്യർ സൃഷ്ടിക്കപ്പെടുന്ന രൂപത്തിലല്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ നസാറാക്കൾ അവർ പറയും ഈസ തന്നെ അള്ളാഹുവിൻ്റെ വചനമാണ്. അവിടെയാണ് നസാറാക്കൾക്ക് പിഴച്ചത്. ഈസ അള്ളാഹുവിൻ്റെ വചനമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈസ അള്ളാഹുവിൻ്റെ ഭാഗമാണ് എന്നാണ്. കലിമത്ത് അള്ളാഹുവിൻ്റെ വചനം, അത് സൃഷ്ടിയല്ല. അള്ളാഹുവിൻ്റെ വാക്ക് സംസാരം സൃഷ്ടിയാണോ? അല്ല, അള്ളാഹുവിൻ്റെ വിശേഷണമാണ്, അവൻ്റെ ഭാഗമാണ്. ഈസ വചനമാണ് എന്ന് പറഞ്ഞാൽ അതോടുകൂടി എന്തായി? ഈസ സൃഷ്ടിയല്ല എന്ന് വന്നു. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ വിശദീകരിച്ചു കലിമതുഹു ഐ ബികുൻ. കുൻ എന്ന വാക്കുകൊണ്ടാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. കുൻ എന്നത് അള്ളാഹുവിൻ്റെ വാക്കാണ്, ഈസാ നബി സൃഷ്ടിയാണ്. ഈസ ഒരിക്കലും കുൻ എന്ന വാക്കല്ല. മനസ്സിലായോ പറഞ്ഞത്? ഈസ ഒരിക്കലും കുൻ എന്ന വാക്കല്ല. കുൻ എന്ന വാക്ക് അള്ളാഹുവിൻ്റെതാണ്, ഈസ അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്. ആദം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ് എന്നതുപോലെ. വകലിമതുഹു അൽഖാഹ ഇലാ മറിയം, അള്ളാഹുവിൻ്റെ കലിമത്താണ്. അൽഖാഹ ഇലാ മറിയം, മറിയമിലേക്ക് അള്ളാഹു ഇട്ടുകൊടുത്ത അവൻ്റെ കലിമത്താണ്. അതായത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹമാണ്
ഈ കലിമത്ത് കൊണ്ട് മറിയമിൻ്റെ അരികിൽ വന്നത് സൂറത്തു മറിയമിൽ ആ ചരിത്രം വിവരിക്കപ്പെട്ടിട്ടുണ്ട്. വറൂഹുൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹാണ്. ഇത് പല ആളുകൾക്കും മനസ്സിലാവാത്ത വിഷയമാണിത്. എന്താണ് അള്ളാഹുവിൻ്റെ റൂഹ് എന്ന് പറഞ്ഞാൽ? അതിൻ്റെ അർത്ഥം അള്ളാഹു സൃഷ്ടിച്ച അവൻ്റെ റൂഹുകളിൽ ഒന്നാണ്. ഭൂമി അള്ളാഹുവിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഭൂമി അള്ളാഹുവാണ് എന്നാണ്. തആല അല്ലാഹു അൻ ദാലിക ഉലുവൻ കബീറ. അള്ളാഹു അത്തരം വാക്കുകളിൽ നിന്ന് അങ്ങേയറ്റം ഔന്നത്യമുള്ളവൻ. അതിനെക്കുറിച്ച് പറയാൻ പാടില്ലാത്ത വാക്കാണ്. റൂഹ് അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽപ്പെട്ടതാണ് അത് എന്നാണ്. പണ്ഡിതന്മാർ പറയും അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്ന കാര്യങ്ങൾ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് ഇളാഫത്തു സിഫ, അള്ളാഹുവിലേക്ക് അവൻ്റെ ഭാഗമായ ഒരു കാര്യം ചേർത്തി പറയുക. ഉദാഹരണത്തിന് യദുല്ലാഹ്, അള്ളാഹുവിൻ്റെ കൈ. അത് അള്ളാഹിൻ്റെ സൃഷ്ടിയാണോ? അല്ല, അത് അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. വജ്ഹുല്ലാഹ്, അള്ളാഹുവിൻ്റെ മുഖം. കലാമുല്ലാഹ്, അള്ളാഹുവിൻ്റെ സംസാരം. ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. അത് സൃഷ്ടികളാണോ? ആണോ? അല്ല. എന്നാൽ മറ്റു ചിലത് ഇളാഫത്തു തശ്രീഫിൻ വ തക്രീം, ആദരവിൻ്റെ ഭാഗമായി അള്ളാഹുവിലേക്ക് ചേർത്തി പറയുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഏറ്റവും നല്ല ഉദാഹരണം പറയാം. ബൈത്തുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭവനം എന്ന് നമ്മൾ എന്തിനെ കുറിച്ച് പറയാറുണ്ട്? മസ്ജിദിനെ കുറിച്ച് പറയാറുണ്ട്. അതിൻ്റെ അർത്ഥം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർ അവരുടെ ഭവനങ്ങളിൽ താമസിക്കുന്നത് പോലെയാണ് എന്നാണോ? അല്ല. അള്ളാഹുവിൻ്റെ ഭവനം എന്ന് മസ്ജിദുകളെ കുറിച്ച് പറയാനുള്ള കാരണം ഇത് അള്ളാഹു ആദരിച്ച ഭവനങ്ങളാണ് എന്നതുകൊണ്ടാണ്. ഇതിനുള്ള ആദരവ് കൊണ്ടാണ്. അതുകൊണ്ടാണ് അർദുല്ലാഹ്, അള്ളാഹുവിൻ്റെ ഭൂമി എന്ന് മക്കയെക്കുറിച്ച് പറയാറുണ്ട്, മദീനയെക്കുറിച്ച് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ബാക്കിയുള്ളതെല്ലാം അള്ളാഹുവിൻ്റെ ഭൂമി അല്ലാത്തത് കൊണ്ടാണോ? അല്ല. എന്തുകൊണ്ടാണത്? ഈ ഭൂമി അതിന് ആദരവുണ്ട് എന്നത് അറിയിക്കാനാണ്. അതുപോലെ ഖുർആനിൽ പലയിടത്തും കാണാം മുഅ്മിനീങ്ങളെ കുറിച്ച് എൻ്റെ ഇബാദുകൾ, എൻ്റെ അടിമകൾ എന്ന് അള്ളാഹു പറഞ്ഞത്. അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെയൊക്കെ അള്ളാഹു സൃഷ്ടിച്ചതല്ല എന്നാണോ? അല്ല, അവർക്കുള്ള ആദരവാണ്. അവർക്കുള്ള ആദരവാണ്. ഇതുപോലെയാണ് വറൂഹും മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള റൂഹ് എന്നിവിടെ പറഞ്ഞത് ഈസയുടെ റൂഹിനുള്ള അദ്ദേഹത്തിൻ്റെ ആത്മാവ് പരിശുദ്ധമായ ആത്മാവാണ്. അത് വൃത്തികേടുകൾ, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രത്യേകതകളിൽ ഒന്നായിരുന്നു. അദ്ദേഹത്തെ പിശാച് യാതൊരു നിലക്കും ഉപദ്രവിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥന കാരണത്താൽ ശൈത്താനിൽ നിന്ന് അദ്ദേഹത്തിന് അങ്ങേയറ്റത്തെ സുരക്ഷയും ശുദ്ധിയും നൽകപ്പെട്ടിരുന്നു. അദ്ദേഹത്തിൻ്റെ റൂഹ്, ആത്മാവ് പരിശുദ്ധമാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിലേക്ക് ചേർത്തി പറഞ്ഞത് ഏതർത്ഥത്തിലാണ്? അള്ളാഹു ആ ആത്മാവിന് നൽകിയ ആദരവും ബഹുമാനവും സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. വൽ ജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ, ഈ പറഞ്ഞത് വിശ്വസിക്കുന്നതിനോടൊപ്പം അവൻ വിശ്വസിക്കേണ്ട അടുത്ത കാര്യം എന്താണ്? സ്വർഗം ഹഖ്ഖാണ്. സ്വർഗം ഹഖ്ഖാണ് എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. ഒന്ന്, സ്വർഗം അള്ളാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത അവൻ്റെ പ്രതിഫലമാണ്. അത് എന്തായാലും ഉണ്ടാകുന്ന കാര്യമാണ്. കാരണം മനുഷ്യർ മുഅ്മിനീങ്ങൾ അവർ സ്വർഗത്തിൽ പ്രവേശിക്കും. രണ്ടാമത്തെ കാര്യം, സ്വർഗം അള്ളാഹു സൃഷ്ടിച്ച് കഴിഞ്ഞ കാര്യമാണ്. സ്വർഗം ഇപ്പോഴും ഉണ്ട്, ഇനി പടക്കാനുള്ള കാര്യമല്ല. ബിദ്അത്തുകാരിൽപ്പെട്ട ചിലരുടെ വിശ്വാസങ്ങളിൽ ഒന്നാണ് സ്വർഗം ഇതുവരെ അള്ളാഹു പടച്ചു കഴിഞ്ഞിട്ടില്ല, ഇനി പടക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ജന്നത്തു ഹഖ്ഖുൻ, സ്വർഗം ഹഖ്ഖാണ്, അത് ഉണ്ട്, ഇപ്പോൾ യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. വൽ ജന്നത ഹഖ്ഖുൻ വന്നാറ ഹഖ്ഖുൻ, സ്വർഗം ഹഖ്ഖാണ്, അതുപോലെ തന്നെ നരകവും ഹഖ്ഖാണ്. സ്വർഗമുണ്ട്, അതുപോലെ നരകവും ഉണ്ട്. ഈ പറഞ്ഞ കാര്യം അവൻ സാക്ഷ്യം വഹിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന, എന്താ അതിനുള്ള പ്രതിഫലം? അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് സാക്ഷ്യം വഹിച്ചാൽ, മുഹമ്മദുൻ അബ്ദുല്ലാഹി വ റസൂലുഹു എന്നത് സാക്ഷ്യം വഹിച്ചാൽ, അതുപോലെ ഈസ അബ്ദുല്ലാഹി വ റസൂലുഹു കലിമതുഹു അൽഖാഹ ഇലാ മറിയമ വ റൂഹും മിൻഹു എന്നത് സാക്ഷ്യം വഹിച്ചാൽ, അൽ ജന്നത്തു ഹഖ്ഖുൻ വന്നാറു ഹഖ്ഖുൻ എന്നത് സാക്ഷ്യം വഹിച്ചാൽ അദ്ഖലഹുല്ലാഹുൽ ജന്ന,
അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് അലാ മാ കാന മിനൽ അമൽ, അവൻ്റെ പക്കലുള്ള പ്രവർത്തനത്തിൻ്റെ അവസ്ഥയനുസരിച്ച്. ഈ വാക്കിന് രണ്ട് വിശദീകരണങ്ങൾ പറയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ വിശദീകരണം, അവൻ്റെ പക്കലുള്ള പ്രവർത്തനങ്ങൾ നന്മയാകട്ടെ തിന്മയാകട്ടെ അള്ളാഹു അവനെ ഈ പറഞ്ഞതിൽ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. തൗഹീദ് ഉണ്ട് എങ്കിൽ, റിസാലത്തിൽ വിശ്വസിച്ചിട്ടുണ്ട് എങ്കിൽ, ഈമാൻ കാര്യം അവൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, അവനിൽ തിന്മകൾ ഉണ്ട് എങ്കിൽ ഒന്നല്ലെങ്കിൽ അള്ളാഹു അവനെ നരകത്തിൽ ശിക്ഷിച്ചേക്കാം, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അഫ്വു കൊണ്ട് അവന് പുറത്തു കൊടുത്തേക്കാം, മഗ്ഫിറത്ത് കൊണ്ട് അള്ളാഹു അവന് പുറത്തു കൊടുത്തേക്കാം. അള്ളാഹു അവൻ്റെ മഗ്ഫിറത്ത് നമുക്ക് ഏവർക്കും നൽകട്ടെ. തിന്മകളുണ്ട് നന്മകളുണ്ട് എങ്കിലും അള്ളാഹു അവനെ ഒരിക്കലും നരകത്തിൽ കാലാകാലം കിടത്തുന്നതല്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതൊരു വിശദീകരണമാണ്. രണ്ടാമത്തെ വിശദീകരണം ചിലർ പറഞ്ഞു, അദ്ഖലഹുല്ലാഹു അലാ മാ കാന മിനൽ അമൽ ഐ അൽ അമൽ സാലിഹ്, അവൻ്റെ പക്കലുള്ള സാലിഹായ കർമ്മങ്ങളുടെ തോതനുസരിച്ച് അള്ളാഹു അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. അവൻ്റെ പക്കൽ ധാരാളം നന്മകളുണ്ട് എങ്കിൽ അതിനനുസരിച്ച് സ്വർഗത്തിൽ അവൻ്റെ പദവികൾ വർദ്ധിക്കുന്നതാണ്. പക്ഷെ തൗഹീദ് ഉണ്ടാകണം എങ്കിലേ ഈ അമലുകൾ സ്വർഗത്തിലെ പദവികളിൽ മുന്നിൽ കയറാൻ അവനെ സഹായിക്കുകയുള്ളൂ. അവൻ്റെ അടുത്തുള്ള അമൽ നന്മകൾ ഏതു രൂപത്തിലാണോ ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവന് പരലോകത്ത് പ്രതിഫലം നൽകപ്പെടുന്നത്. രണ്ടർത്ഥം മനസ്സിലായി നിങ്ങൾക്ക്? ഒന്നാമത്തെ അർത്ഥപ്രകാരം നരകത്തിൽ അവന് ശാശ്വതവാസം ലഭിക്കില്ല. രണ്ടാമത്തെ അർത്ഥപ്രകാരം സ്വർഗത്തിലെ പദവികളിൽ അവൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യത്യാസമുണ്ടായിരിക്കും. ഈ രണ്ട് അർത്ഥങ്ങളും ഹദീസിന് പറയപ്പെട്ടിട്ടുണ്ട്. വല്ലാഹു തആല അഅലം. ولهما في حديث عتبان فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. വലഹുമ ഫി ഹദീസ് ഇത്ബാൻ. വലഹുമ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുൻപ് പറഞ്ഞതാണ് അവിടെ ഉദ്ദേശം. കിതാബുകളിൽ നിങ്ങൾ പൊതുവെ അഖ്റജാഹു, അവർ രണ്ടുപേരും നിവേദനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാണ്? അവർ രണ്ടുപേരും ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഈ രണ്ടുപേരാരാണ്? അഖ്റജഹുമ ശൈഖാൻ, രണ്ട് ശൈഖന്മാർ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഏതെങ്കിലും രണ്ട് ശൈഖന്മാർ കിതാബിൽ ഹദീസ് കൊടുത്തിട്ടുണ്ടെന്നാണോ? അല്ല. പിന്നെ ആരാണ് ഈ ശൈഖന്മാർ? അൽ ഇമാം അൽ ബുഖാരി, അൽ ഇമാം മുസ്ലിം. ബുഖാരിയുടെ പേര് പറയുമ്പോൾ അൽ ബുഖാരി എന്നാണ് പറയുക. മുസ്ലിമിൻ്റെ പേര് പറയുമ്പോൾ അൽ മുസ്ലിം എന്ന് പറയരുത്, പിന്നെ മുസ്ലിം എന്നേ പറയാൻ പാടില്ല. ഇമാം ബുഖാരിയും മുസ്ലിമും അവരുടെ സഹീഹിൽ ഉദ്ധരിച്ചതിനാണ് അഖ്റജാഹു എന്ന് തൊട്ടു മുൻപ് ഉള്ള ഹദീസിൽ പറഞ്ഞത്. ഇവിടെ പറയുന്നു വലഹുമ, അവരുടെ രണ്ടുപേരുടെയും കിതാബുകളിലുണ്ട്. അതായത് ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും കിതാബ്. എന്താ ബുഖാരിയുടെ മുസ്ലിമിൻ്റെ ഹദീസിൻ്റെ പ്രത്യേകത? ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിച്ച ഹദീസുകൾ സഹീഹായ ഹദീസുകളിൽ ഏറ്റവും ഉയർന്ന പദവിയുള്ള ഹദീസാണ്. പണ്ഡിതന്മാർ സഹീഹ ഹദീസ് അവ വിശദീകരിക്കുമ്പോൾ അവർ പറയും അവയിൽ ഏറ്റവും ഉയർന്ന പദവിയുള്ളത് ബുഖാരിയും മുസ്ലിമും ഒരുമിച്ച് ഉദ്ധരിച്ച ഹദീസാണ്. അതിനെന്താ പറയാ? മുത്തഫഖുൻ അലൈഹി. രണ്ടാമത് പദവിയുള്ളത് ഇമാം ബുഖാരി മാത്രം ഉദ്ധരിച്ച ഹദീസിനാണ്. കാരണം ഇമാം ബുഖാരിയുടെ നിബന്ധനകൾ മുസ്ലിമിനേക്കാൾ കടുത്തതാണ്. മൂന്നാമത് പദവിയുള്ളത് ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിനാണ്. നാലാമത് പദവിയുള്ളത് ഇമാം ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും നിബന്ധനകൾ ഒത്തുകൊണ്ട്, ബുഖാരിയുടെ മുസ്ലിമിൻ്റെ നിബന്ധനകൾ അതിൻ്റെതായ ചില നിയമങ്ങളുണ്ട്, അത് ഒത്തുകൊണ്ട് മറ്റുള്ളവർ ഉദ്ധരിച്ച ഹദീസുകളാണ്. നാല് പറഞ്ഞു. അഞ്ചാമത്തേത് ഇമാം ബുഖാരിയുടെ നിബന്ധനകൾക്കൊത്തതാണ്. ആറാമത്തേത് ഇമാം മുസ്ലിമിൻ്റെ നിബന്ധനകൾക്കൊത്തതാണ്. ഏഴാമത്തേത് മറ്റെല്ലാ സഹിഹായ ഹദീസുകളുമാണ്. ഇങ്ങനെയാണ് ഹദീസിൻ്റെ ബലം, അതിൻ്റെ തർത്തീബ്, അതിൻ്റെ ക്രമം പറയാറുള്ളത്. വലഹുമ, ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസാണ്. ഏതോ ഒരു കിതാബിലുള്ള ഹദീസല്ല. കണ്ടില്ലേ, തൗഹീദ് പറയുമ്പോൾ അതിന് അവർ തെളിവാക്കുന്ന ഹദീസുകൾ, ആദ്യം നൽകിയ ഹദീസുകളെല്ലാം ഇത് പൊതുവെ ബുഖാരിയുടെയും മുസ്ലിമിൻ്റെയും മുഹദ്ദിസുകളുടെയും രീതിയാണ്. ഏറ്റവും പ്രബലമായ ഹദീസുകൾ ആദ്യം കൊടുക്കും. ഇമാം ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിൽ ഫി ഹദീസ് ഇത്ബാൻ, ഇത്ബാൻ എന്ന സഹാബിയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഇത്ബാൻ ഇബ്നു മാലിക് ഇബ്നു അംർ അൽ അൻസാരി, അൻസാരിയായ സഹാബിയാണ് അദ്ദേഹം. ഇത്ബാൻ ഇബ്നു മാലിക്
അദ്ദേഹത്തിൻ്റെ ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിൻ്റെ ഹദീസിൽ വന്നിട്ടുള്ളത്? فإن الله حرم على النار من قال لا إله إلا الله يبتغي بذلك وجه الله. ഇങ്ങനെ ഇത്ബാനിൻ്റെ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി വന്നിട്ടുണ്ട്. ഈ ഹദീസ് ഞാൻ അതിൻ്റെ അർത്ഥം പറയുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ പറയട്ടെ. ഈ ഹദീസ് ഇമാം അഹ്മദ് അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. സഹാബിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ആണ് ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത്. ആ ഹദീസിൻ്റെ സനദിൽ പരമ്പരയിൽ ചില ദുർബലതകളുണ്ട്. ഇമാം അഹ്മദ് ഉദ്ധരിച്ചത്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതല്ല, ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഇതേ ഹദീസിൻ്റെ മറ്റൊരു നിവേദനം, മറ്റൊരു രൂപം, അതിൽ ചെറിയ ദുർബലതകളുണ്ട്. എങ്കിലും ആ ഹദീസിൽ മനോഹരമൊരു പാഠമുണ്ട്. ഈ ഹദീസിനെ കുറിച്ച് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്കു പറഞ്ഞ ദിവസം സ്വഹാബികൾ സന്തോഷിച്ചതുപോലെ മറ്റൊരു ദിവസവും അവർ സന്തോഷിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ സന്തോഷിക്കാൻ തയ്യാറായിക്കോളെ. ഈ ഹദീസ് മുബശ്ശിറാത്തുകളിൽ പെട്ടതാണ്, സന്തോഷ വാർത്ത അറിയിക്കുന്ന ഹദീസാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് അദ്ദേഹം പറഞ്ഞു കൊടുത്തത് തൻ്റെ മകനാണ്. തൻ്റെ മകനോട് ഈ ഹദീസ് പറഞ്ഞു കൊടുക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ ബുനയ്യ, എൻ്റെ പൊന്നുമകനെ, ഇഹ്ഫദ് ഹാദൽ ഹദീസ്, നീ ഈ ഹദീസ് മനഃപ്പാഠമാക്കുക. ഫഇന്നഹു മിൻ കുനൂസിസ് സുന്നഹ്, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിലെ ഒരു നിധി തന്നെയാണ്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസിനെ കുറിച്ച് പറഞ്ഞ കാര്യമാണ്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. അതുകൂടി പറഞ്ഞ അർത്ഥം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ബാൻ ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കപ്പെട്ടു. ഇത്ബാൻ ഇബ്നു മാലിക് അൽ അൻസാരി അദ്ദേഹം അന്ധനായിരുന്നു. അപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങ് എൻ്റെ വീട്ടിൽ വന്നുകൊണ്ട് ഒന്ന് നിസ്കരിച്ചു തരണം. ഒരു മുറിയിൽ ഒരു സ്ഥലത്ത് നിസ്കരിക്കണം. അങ്ങ് നിസ്കരിക്കുന്ന സ്ഥലം എനിക്ക് മുസല്ലയാക്കാനാണ്, നിസ്കാരത്തിന് വേണ്ടി പ്രത്യേകം നിശ്ചയിക്കുന്ന സ്ഥലമാക്കാനാണ്, പള്ളിയാക്കാനല്ല. മസ്ജിദിൽ, വീടുകളിൽ മുസല്ലകൾ, നിസ്കാരത്തിന് മാത്രം പ്രത്യേകമായി സ്ഥലങ്ങൾ വെക്കുക എന്നത് സ്വഹാബികളും മറ്റുമെല്ലാം സ്വീകരിച്ചിരുന്ന രീതിയിൽപ്പെട്ടതാണ്. അത് അനുവദനീയമാണ്. ചിലർ പറഞ്ഞു അത്തരം മുറികൾ അതിലൊന്നും മറ്റൊരു കാര്യത്തിനും ഉപയോഗിക്കാതെ ഇബാദത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. പ്രത്യേകിച്ച് സ്ത്രീകൾ, അവർക്ക് ഈ സ്ഥലങ്ങളിൽ ഇബാദത്തിന് വേണ്ടി മാത്രം സ്ഥലം സ്വീകരിക്കാവുന്നതാണ്. ശരി, ഇത്ബാൻ ഇബ്നു മാലിക് അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ, അങ്ങ് നിസ്കരിക്കുന്ന സ്ഥലത്ത് എനിക്ക് നിസ്കരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്ബാനിൻ്റെ വീട്ടിൽ വന്നു റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ചുറ്റുപാടുമുള്ള അയൽവാസികളായ മറ്റു സ്വഹാബിമാർ കൂടി വന്നെത്തി. അങ്ങനെ അവരെല്ലാം വന്നെത്തിയപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരാളെ കാണാനില്ല. അവർ ചോദിച്ചു, ഇന്നയാളെവിടെ? അദ്ദേഹത്തിൻ്റെ പേര് ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. ഇന്നയാളെവിടെ? പേരെന്താകട്ടെ, ഇന്നയാളെവിടെ? അവർ പറഞ്ഞു, അയാൾ വന്നിട്ടില്ല. ചില ആളുകൾ പറഞ്ഞു, ഇന്നഹു മുനാഫിഖ്, മുനാഫിഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഖുൽ ദാലിക, നീ അങ്ങനെ പറയരുത്, അൽ മുനാഫിഖാണ് എന്ന് പറയരുത്. അലം അലാ തറാഹു ഖദ് ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹു യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്, അല്ലാഹുവിൻ്റെ വജ്ഹു മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ലയോ? അപ്പോൾ സഹാബികളിൽ ചിലർ പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, അവൻ എപ്പോൾ നോക്കിയാലും മുനാഫിക്കുകളുടെ ഒപ്പമാണ് ഇരിക്കുന്നത്, അവൻ്റെ കൂട്ടുകെട്ട് മുഴുവൻ മുനാഫിക്കുകളോടൊപ്പമാണ്. എന്നിട്ട് മനസ്സിലായി, നല്ല ആൾക്കാരോടൊപ്പം കൂടിയിട്ടില്ലെങ്കിൽ ആളുകൾ തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് പറഞ്ഞത്. അവിടുന്ന് പറഞ്ഞു, ഫഇന്നല്ലാഹ ഹറമ അലൻ നാരി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിദാലിക വജ്ഹ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം ഹറാമാക്കിയിരിക്കുന്നു ആർക്കുമേൽ? അലാ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞവർക്കുമേൽ അല്ലാഹു നരകം, സ്വർഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു. എന്താണ് ഒരു നിബന്ധനയുള്ളത്?
യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്, അവൻ ആ പറയുന്ന വാക്കുകൊണ്ട് അള്ളാഹുവിൻ്റെ തിരുവദനമാണ് പ്രതീക്ഷിക്കേണ്ടത്. അതായത് അള്ളാഹുവിൻ്റെ പ്രതിഫലമാണ്, അവൻ്റെ തൃപ്തിയാണ് പ്രതീക്ഷിക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മുഖം പ്രതീക്ഷിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇഖ്ലാസാണ്. ഖുർആനിൽ പലയിടത്തും നിങ്ങൾക്ക് കാണാം ഇബ്തിഗാ വജ്ഹില്ലാഹ്, അള്ളാഹുവിൻ്റെ മുഖം ഉദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മുഖം കാണുക എന്ന ഉദ്ദേശത്തിൽ അവൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുക. മലയാളത്തിലും ആ പ്രയോഗമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ചില സമയത്ത് ആളുകൾ പറയും ഇന്ന ആളുടെ മുഖം കാണാൻ വേണ്ടി അയാളുടെ പിന്നെ നല്ല മുഖം കാണുന്നതിന് വേണ്ടി ആണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എന്ന് പറയാറുണ്ട്. അയാളെ തൃപ്തിപ്പെടുത്താൻ, അയാളെ സന്തോഷം കാണാൻ. യബ്തഗി ബിദാലിക വജ്ഹല്ലാഹ്. ഈ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുബശ്ശിറാത്തുകളിൽപ്പെട്ട ഹദീസായി അറിയിച്ച ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് പറഞ്ഞ വ്യക്തിയുടെ മേൽ നരകം നിഷിദ്ധമാക്കുന്നതാണ്. അവനത് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ. നരകം നിഷിദ്ധമാക്കുന്നത് രണ്ട് രൂപത്തിലാണ്. ഒന്ന് തഹ്രീമുദ് ദുഖൂൽ, രണ്ട് തഹ്രീമുൽ ഖുലൂദ്. ഒന്നാമത്തേത് നരകത്തിൽ ശാശ്വതനാകുക എന്നത് അള്ളാഹു നിഷിദ്ധമാക്കുന്നതാണ്. ചില ആളുകളെ അള്ളാഹു നരകത്തിൽ ശാശ്വതനാകുന്നതിൽ നിന്ന് തടയുന്നതാണ്. അതാർക്കാണ്? തൗഹീദുള്ള ആളുകൾക്ക്. തൗഹീദിൻ്റെ അടിത്തറ ജീവിതത്തിൽ പുലർത്തിയവർ, അവർക്ക് അള്ളാഹു നരകത്തിൽ ശാശ്വതമാകുക എന്ന കാര്യം നിഷിദ്ധമാക്കിയിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞ ഹദീസുകളുടെ അർത്ഥം. ഇത് മനസ്സിലാക്കാതെ ഈ ഹദീസുകൾ വായിച്ചാൽ ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇഖ്ലാസോടുകൂടി പറഞ്ഞാൽ പിന്നെ നരകത്തിൽ തന്നെ കയറില്ല എന്നല്ല പറഞ്ഞത്. തഹ്രീം എന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്നത് തഹ്രീമു അൽ ഖുലൂദ്, കാലാകാലം നരകത്തിൽ കിടക്കുക എന്നത് അള്ളാഹു അവർക്കുമേൽ നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്നാണ്. രണ്ടാമത്തേത് തഹ്രീമുദ് ദുഖൂൽ, നരകത്തിൽ ഒരിക്കലെങ്കിലും പ്രവേശിക്കുക എന്നത് അള്ളാഹു നിഷിദ്ധമാക്കുന്ന ചില ആളുകളുണ്ട്. അവരാരാണ് എന്നത് അടുത്ത അധ്യായത്തിലാണുള്ളത്. അടുത്ത അധ്യായം അതിനെക്കുറിച്ചാണ്. തൗഹീദിൻ്റെ പൂർത്തീകരണം നേടിയവർക്കാണ് അള്ളാഹു നരകത്തിൽ ഒരിക്കലും പ്രവേശിക്കാതിരിക്കുക എന്ന നിർഭയത്വം നൽകുക. അപ്പോൾ നിർഭയത്വം രണ്ട് രൂപത്തിലാണ്. ഒന്ന് നരകത്തിൽ കാലാകാലം കിടക്കില്ല എന്ന നിർഭയത്വം. അതാർക്കാണ്? തൗഹീദിൻ്റെ അടിത്തറ ജീവിതത്തിലുണ്ട്, എന്നാൽ തിന്മകളും മറ്റും ജീവിതത്തിൽ കലർത്തിയാളെ. രണ്ടാമത്തേത് തഹ്രീമുദ് ദുഖൂൽ, നരകത്തിൽ ഒരിക്കലും പ്രവേശിക്കില്ല എന്ന നിർഭയത്വമുള്ളത്. അതാർക്കാണ്? തൗഹീദ് പൂർത്തീകരിച്ച ആളുകൾ, ഈമാൻ അതിൻ്റെ പൂർണ്ണതയിലെത്തിച്ചവർ. അവർക്ക് ഒരിക്കലും നരകത്തിൽ പ്രവേശിക്കില്ല എന്ന നിർഭയത്വം അവർക്ക് നൽകപ്പെടുന്നതാണ്. ഇപ്പം രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഈ രണ്ട് വിഭാഗം ആളുകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഹദീസ് ഇവിടെ വന്നിട്ടുള്ളത്. വല്ലാഹു തആല അഅലം. وعن أبي سعيد الخدري رضي الله عنه عن رسول الله صلى الله عليه وسلم قال موسى يا رب علمني شيئا أذكرك وأدعوك به. قال قل يا موسى لا إله إلا الله. قال كل عبادك يقولون هذا. قال يا موسى لو أن السماوات السبع وعامرهن غيري والأرضين السبع في كفة ولا إله إلا الله في كفة مالت بهن لا إله إلا الله. رواه ابن حبان والحاكم وصححه. وعن أبي سعيد الخدري رضي الله عنه. أبو سعيد അദ്ദേഹം സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവും സഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര് സഅദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ എന്നാണ്. മാലിക് ഇബ്നു സിനാൻ അദ്ദേഹവും സഹാബിയാണ്. അദ്ദേഹം അൻസാരികളിൽപ്പെട്ട സഹാബിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ച സഹാബിയാണ്. സഹാബിമാരിൽ ചിലർ മുക്സിരീങ്ങളാണ്, ഹദീസുകൾ ധാരാളം പറഞ്ഞവരാണ്. ചിലർ ഹദീസുകൾ അത്രയധികം പറയാത്തവരുണ്ട്. ഒരു ഹദീസ് മാത്രം റിവായത്ത് ചെയ്ത സഹാബികളുണ്ട്. അല്ലെങ്കിൽ രണ്ട് ഹദീസുകൾ നമുക്ക് ലഭിച്ചതിൽ ഒന്നോ രണ്ടോ ഹദീസുകൾ മാത്രം റിവായത്ത് ചെയ്ത സഹാബികൾ വരെയുണ്ട്. അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു, ഖാല മൂസ,
മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ഒരിക്കൽ അള്ളാഹുവിനോട് പറഞ്ഞു, യാ റബ്ബി, എൻ്റെ റബ്ബേ, അല്ലിംനി ഷൈഅൻ, അല്ലാഹുവേ എനിക്ക് ഒരു കാര്യം പഠിപ്പിച്ചു തരണം, അദ്കുറുക വ അദ്ഊക ബിഹി, നിന്നെ സ്മരിക്കാനും നിന്നെ വിളിച്ചു ദുആ ചെയ്യാനും എനിക്ക് സഹായകമാകുന്ന, എനിക്ക് മാത്രം പ്രത്യേകമായി ലഭിക്കുന്ന, മറ്റൊരാൾക്കും പഠിപ്പിച്ചു കൊടുക്കാത്ത, എല്ലാവരുടെയും മുൻപിലെത്താൻ എന്നെ സഹായിക്കുന്ന, നിന്നിലേക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അടുത്തേക്കെത്താൻ സാധിക്കുന്ന രൂപത്തിൽ എനിക്കൊരു ദിക്റോ ദുആഓ പഠിപ്പിച്ചു തരണം. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസയോട് പറഞ്ഞു, യാ മൂസ ഖുൽ യാ മൂസ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂസ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക. ഇത് കേട്ടപ്പോൾ മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം പറഞ്ഞു, യാ റബ്ബി കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, അല്ലാഹുവേ നിന്റെ എല്ലാ അടിമകളും പറയാറുള്ള വാക്കല്ലേ ഇത്, എല്ലാ മുസ്ലിമായ ആളും എല്ലാ മുഅ്മിനീങ്ങളും പറയുന്ന വാക്കല്ലേ ഇത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് എല്ലാവരും പറയുന്ന വാക്ക്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ മൂസ, മൂസ ലൗ അന്ന അസ്സമാവാതി സബ്അ വആമിറഹുന്ന, 7 ആകാശങ്ങളും ആ 7 ആകാശങ്ങളിൽ താമസിക്കുന്ന സർവരും, ആകാശങ്ങൾ താമസിക്കുന്ന ആരാ? മലക്കുകളുണ്ട്, ജിന്നുകളുണ്ട്, അള്ളാഹുവിന് അറിയാവുന്ന അവൻ്റെ പടപ്പുകൾ ധാരാളമുണ്ട്. ലൗ അന്ന അസ്സമാവാതി സബ്അ വആമിറഹുന്ന ഗൈരി, 7 ആകാശങ്ങൾ അവയിലുള്ളവരെല്ലാം ഗൈരി എനിക്ക് പുറമെയുള്ള, അള്ളാഹു ആകാശങ്ങൾക്ക് മുകളിലാണ്, അള്ളാഹുവിനെ ഒഴിച്ചു നിർത്തിയാൽ മുകളിലുള്ള സർവരും, വൽ അറദീന സബ്അ 7 ഭൂമികൾ, ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് ഭൂമി 7 എണ്ണമുണ്ട്. മനുഷ്യർ അവർക്ക് അവരുടെ ഇതുവരെയുള്ള അറിവിൽ എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത വിജ്ഞാനങ്ങളിൽ ഒന്നാണ്. 7 ആകാശങ്ങൾ ഉള്ളതുപോലെ തന്നെ 7 ഭൂമിയും ഉണ്ട്. ഖുർആനിൽ അത് സൂചനയോടുകൂടി വന്നിട്ടുണ്ട്. സൂറത്തു തഹ്രീമിൻ്റെ അവസാനത്തിൽ, സൂറത്തു ത്വലാഖിൻ്റെ അവസാനത്തിൽ, ഹദീസുകളിൽ ഈ പറഞ്ഞത് സഹീഹ ഹദീസുകളിലും മറ്റ് ഹദീസുകളിലുമൊക്കെ അസറുകളിൽ സഹാബികളുടെ വാക്കുകളിലുമൊക്കെ ഇത് വന്നിട്ടുണ്ട്. 7 ആകാശങ്ങളും അവയിൽ അവിടെ താമസിക്കുന്നവരും അതുപോലെ തന്നെ 7 ഭൂമികളും ഫീ കിഫത്തിൻ, അതെല്ലാം ഒരു തുലാസിൻ്റെ ഒരു തട്ടിൽ വെക്കുകയും, വലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്ക് മറ്റൊരു തട്ടിൽ വെക്കുകയും ചെയ്താൽ, മാലത് ബിഹിന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഈ പറഞ്ഞ സർവ്വ വസ്തുക്കളെക്കാളും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന് കനം തൂങ്ങുന്നതാണ്. ഈ ഹദീസ് ഇബ്നു ഹിബ്ബാൻ അദ്ദേഹം ഉദ്ധരിച്ചതാണ്. ഇബ്നു ഹിബ്ബാൻ ഏത് ഗ്രന്ഥത്തിലാണ് പൊതുവെ ഹദീസ് ഉദ്ധരിക്കാറുള്ളത്? അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ എന്താ? സഹീഹു ഇബ്നു ഹിബ്ബാൻ. ഇബ്നു ഹിബ്ബാന്റെ ഗ്രന്ഥത്തിൻ്റെ പേര് തന്നെ സഹീഹനാണ്. അപ്പോൾ ഇബ്നു ഹിബ്ബാൻ ഒരു ഹദീസ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചാൽ മനസ്സിലാക്കാം ഇബ്നു ഹിബ്ബാൻ അത് സഹീഹാണ് എന്നാണ് വിധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വൽ ഹാക്കിം, അബു അബ്ദുല്ല അൽ ഹാക്കിം അന്നൈസാബൂരി അദ്ദേഹത്തിൻ്റെ അൽ മുസ്തദ്റക് എന്ന ഗ്രന്ഥത്തിൽ ഹദീസ് ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് സഹീഹാണ് എന്ന് ഇമാം ഹാക്കിമും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അൽ ഇമാം അസ്സഹബി, അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഇവർ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ഹദീസിൻ്റെ പരമ്പര നല്ലതാണ് എന്ന്, ജയ്യിദാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അല്ലാഹു അലം, ഈ ഹദീസിൽ വിവരമുള്ള പണ്ഡിതന്മാരിൽ ചിലർ, മറ്റു ചില മുഹദ്ദിസുകൾ, ഷെയ്ഖ് അൽ അൽബാനി, ഷെയ്ഖ് ഷുഐബ് അൽ അർനഊത്ത്, ഇങ്ങനെ ചില ഉലമാക്കൾ ഈ ഹദീസ് പരിശോധിച്ച പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞു ഹദീസിൽ ദറാജ് എന്ന പേരിൽ ഒരു റാവിയുണ്ട്, അദ്ദേഹം ദഈഫാണ്, അദ്ദേഹം ദുർബലനാണ്. പ്രത്യേകിച്ച് അദ്ദേഹം ഈ ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നത് അബുൽ ഹയ്യാജ് എന്ന വ്യക്തിയിൽ നിന്നാണ്. അബുൽ ഹയ്യാജിൽ നിന്ന് അദ്ദേഹം ഉദ്ധരിച്ച ഹദീസുകൾ കൂടുതൽ ദുർബലമാണ്. അതുകൊണ്ട് ഹദീസ് ദഈഫാണ്, ദുർബലമാണ് എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു അലം, അതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. ഈ ഹദീസ് ദുർബലമാണ്, ഇതിൻ്റെ സനദ് ദുർബലമാണ്. എന്നാൽ ഈ ഹദീസിൽ പറഞ്ഞ അർത്ഥം, ആശയം സ്ഥിരപ്പെട്ടതാണ്. ഇത് വേറെ ഹദീസുകൾ തന്നെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യം ഇതുപോലെ തന്നെ നൂഹ് നബിയുടെ ചരിത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചിട്ടുണ്ട്. ഈ ഹദീസിൽ പറഞ്ഞ കാര്യം അത്
ഈ അധ്യായമായിട്ടുള്ള ബന്ധം എന്താ? ഈ തൗഹീദിന്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തുന്നത്. എങ്ങനെ തൗഹീദിന്റെ ശ്രേഷ്ഠത ബോധ്യപ്പെടുത്തിയത്? തുലാസിൽ ഇത്രമാത്രം കനം തൂങ്ങുന്ന പ്രവർത്തനമാണ് ഇത് എങ്കിൽ സൽക്കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഇതിനുള്ള വലുപ്പവും സ്ഥാനവും ആ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് ഈ പറഞ്ഞ ഹദീസിൽ പഠിക്കാനുള്ള പാഠം. وللترمذي وحسنه عن أنس رضي الله عنه سمعت رسول الله صلى الله عليه وسلم يقول قال الله تعالى يا ابن آدم لو أتيتني بقراب الأرض خطايا ثم لقيتني لا تشرك بي شيئا لأتيتك بقرابها مغفرة. വലിത്തിർമിദി അല്ല ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ സുനനിൽ, ഇമാം തിർമിദിയുടെ ഗ്രന്ഥത്തിന് ജാമിഉ തിർമിദി എന്നും പറയാറുണ്ട്, സുനനു തിർമിദി എന്നും പറയാറുണ്ട്. ഇമാം തിർമിദി അദ്ദേഹം ആരുടെ ശിഷ്യന്മാരിൽ അദ്ദേഹത്തിന് അനേകം അധ്യാപകരുണ്ട്. നിങ്ങൾ പലപ്പോഴും കുതുബു സിത്ത എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ സിഹാഹു സിത്ത എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. 6 ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഏതെല്ലാമാണത്? ഒന്ന് ബുഖാരി, സഹീഹ് ബുഖാരി, 2 സഹീഹ് മുസ്ലിം, പിന്നെ തിർമിദിയുടെ ഗ്രന്ഥം ജാമിഉ തിർമിദി, പിന്നെ സുനനു അബി ദാവൂദ്, പിന്നെ സുനനു അൻ-നസാഇ, പിന്നെ സുനനു ഇബ്നു മാജ. ഈ 6 ഗ്രന്ഥങ്ങളും 6 പേർ എഴുതിയതാണ്. എല്ലാവരുടെ പേര് അതിൽ തന്നെ ഉണ്ട്. ഈ 6 പേരിൽ 5 പേരും ഒരാളുടെ ശിഷ്യന്മാരാണ്. ഈ 6 പേരിൽ 5 പേരും ഒരാളുടെ ശിഷ്യന്മാരാണ്. അതാരാണ്? ഇവരുടെ എല്ലാവരുടെയും ഉസ്താദ് ഈ പറഞ്ഞ കൂട്ടത്തിൽ ഒരാളുണ്ട്. അതാരാണ്? അൽ ഇമാം അൽ ബുഖാരി. അൽ ഇമാം അൽ ബുഖാരി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ പറഞ്ഞ 5 പേരുടെയും ഉസ്താദാണ്. സുബ്ഹാനല്ലാഹ്. ഇന്ന് ചില ആളുകൾ വന്നിട്ട് പറയാൻ ബുഖാരി ജൂതചാരന. ബുഖാരി ജൂതചാരന പിന്നെ ഹദീസില്ല. കാരണം അദ്ദേഹം ഈ പറഞ്ഞ മുഹദ്ദിസുകളുടെ എല്ലാം ഉസ്താദാണ്. ചില ആളുകൾ പറയുന്നു ഇമാം ബുഖാരി അദ്ദേഹത്തിന് ഖുർആൻ തിരിഞ്ഞിട്ടില്ല. ഇമാം ബുഖാരിക്ക് ഖുർആൻ തിരിഞ്ഞിട്ടില്ലെങ്കിൽ അദ്ദേഹം പിന്നെ എന്താണ് ഈ പറഞ്ഞ ആളുകളെ പഠിപ്പിച്ചത്? ഖുർആൻ തിരിയാത്ത ആളുകളുടെ മുന്നിലാണ് ഈ പറഞ്ഞ ആളുകളൊക്കെ പോയിരുന്നത്. നീ പോയിരിക്കോ? സാധാരണ ഒരു മുസ്ലിമായ ഒരാൾ കിലോമീറ്ററുകൾ, മൈലുകൾ, മാസങ്ങൾ വഴിദൂരമുള്ള യാത്രകൾ ഒരു ഹദീസിനു വേണ്ടി നടത്തിയ ഇത്ര തഖ്വയുള്ള ഈമാനുള്ള ആളുകൾ, അവരുടെ ഉസ്താദാണ് ബുഖാരി, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ്. അദ്ദേഹം ഈ പറഞ്ഞ 5 പേരുടെയും ഉസ്താദാണ്. ഇമാം തിർമിദി അദ്ദേഹത്തിൻ്റെ ജാമിഉൽ ഉദ്ധരിച്ച ഹദീസാണ് ഈ അധ്യായത്തിലെ അവസാനത്തെ ഹദീസ്. ഹസ്സനഹു എന്ന് പറഞ്ഞാൽ ഇമാം തിർമിദി ഈ ഹദീസ് ഹസനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വീകരിക്കപ്പെടുന്ന ഹദീസുകൾ 2 രൂപത്തിലാണ് പറയുക. ഒന്നല്ലെങ്കിൽ സഹീഹ്, അതല്ലെങ്കിൽ ഹസൻ. ഹസനായ ഹദീസും സഹീഹായ ഹദീസും സ്വീകാര്യമാണ്. സ്വീകരിക്കാത്ത ഹദീസിന് എന്താ പറയുക? ദഈഫ് എന്നാണ് പറയുക. സഹീഹാണോ ഹസനാണോ കൂടുതൽ നല്ല ഹദീസ്? സഹീഹാണ്. സഹീഹാണ് ഹസനേക്കാൾ കൂടുതൽ പ്രബലമായത്. ദഈഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ ഹദീസിന് പലതും ദഈഫാണ്. ദഈഫ് എല്ലാ ദഈഫും ഒരുപോലെയാണോ? അല്ല. ദഈഫിൻ്റെ കൂട്ടത്തിൽ ഏറ്റവും കടുത്ത ദഈഫാണ് ഏത്? മൗദൂഅ്, കടുത്ത കെട്ടിച്ചമച്ച ഹദീസ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ല, ഒരാൾ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. മറ്റു ചില ഹദീസുകൾ അതിൻ്റെ ദുർബലത താരതമ്യേന കുറവായിരിക്കും. ഇപ്പോൾ തൊട്ടു മുന്നേ പറഞ്ഞ ഹദീസ് എൻ്റെ സനദിൽ ഉള്ള ദുർബലത ശക്തമല്ല, കടുത്ത ദുർബലതയുള്ള ഹദീസ് അല്ല അത്. അതുകൊണ്ടാണ് ഉലമാക്കളിൽ ചിലർ അത് സ്വീകാര്യമാണ് എന്ന് പറഞ്ഞത്. വലിത്തിർമിദി വഹസ്സനഹ് അൻ അനസ് ഇബ്നു മാലിക്. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബി ആരാണ്? അനസ് ഇബ്നു മാലിക്, ഖാദിമു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സേവകനായിരുന്നു അദ്ദേഹം. എത്ര വർഷമാണ് സേവിച്ചത്? 10 വർഷക്കാലം. അദ്ദേഹം പറഞ്ഞു ഖദംതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം 10 സിനീൻ. 10 കൊല്ലം ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സേവിച്ചിട്ടുണ്ട്. വലം യഖുൽ ലി ഉഫ്ൻ ഖത്തു. ഒരിക്കൽ പോലും അവിടുന്ന് എന്നോട് ഉഫ് എന്ന വാക്ക് പോലും പറഞ്ഞിട്ടില്ല. ഉഫ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു പ്രയാസമുണ്ടായാൽ അത് അറിയിക്കാൻ വേണ്ടി പറയുന്ന ഏറ്റവും ചെറിയ വാക്ക്. നമ്മൾ കഴിഞ്ഞ തവണ ആ വാക്ക് പറഞ്ഞിട്ട് എന്താ എന്ന് പറഞ്ഞു, അങ്ങനെ പറഞ്ഞു. വലം യഖുൽ ലി ലിമ സനഅത ഔ അല്ലാ സനഅത. എന്നോട് ഒരിക്കൽ പോലും അവിടുന്ന് ചോദിച്ചിട്ടില്ല നീ എന്തിനെങ്ങനെ ചെയ്തത്,
അതല്ലെങ്കിൽ നിനക്ക് ഇങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും എന്നോട് ചോദിച്ചിട്ടില്ല. അനസ് ഇബ്നു മാലിക് ചെറിയ കുട്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ സേവകനായി ഉമ്മു സുലൈം അദ്ദേഹത്തിൻ്റെ ഉമ്മ കൊണ്ടുപോയി ആക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്നു. നമ്മളെ സ്വന്തം കുട്ടിയോട് നമുക്കിങ്ങനെ പെരുമാറാൻ പറ്റും, വേറെ ആളുടെ കുട്ടിയോട് പെരുമാറുന്നത് പറ്റും. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു എന്നാണ്, അല്ലാഹുമ്മ അക്സിർ മാലഹു വവലദഹു വഅദ്ഖിൽഹുൽ ജന്ന. അല്ലാഹുവേ നീ അനസിനെ അദ്ദേഹത്തിന് സമ്പത്തിലും സന്താനങ്ങളിലും വർധനവ് നൽകണമേ, അദ്ദേഹത്തിന് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു എന്നാണ്. ഇതിന് ധാരാളം സമ്പത്ത് വർദ്ധിച്ചു, ധാരാളം മക്കളുണ്ടായി. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിൽ ഖാല അല്ലാഹ്, അല്ലാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹദീസ് തുടങ്ങിയാൽ ആ ഹദീസിന് എന്താ പറയാ? ഹദീസുൻ ഖുദ്സിയുൻ, ഖുദ്സിയായ ഹദീസ് എന്ന് അതിനാണ് പറയുക. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞിരിക്കുന്നു, യബ്ന ആദം, യബ്ന ആദം, ആദമിൻ്റെ മകനെ, ആദമിൻ്റെ സന്തതിയായവരെ. നമ്മളെല്ലാവരും ആദമിൻ്റെ മക്കളാണ്. കുല്ലുക്കും മിൻ ആദം, നിങ്ങളെല്ലാവരും ആദമിൽ നിന്ന്. വെളുത്തോനും കറുത്തോനും മലയാളിയും അറബിയും തമിഴനും ഇംഗ്ലീഷുകാരനും എല്ലാവരും ആദമിൽ നിന്ന്. കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്, ആദമാകട്ടെ മണ്ണിൽ നിന്ന്. ലാ ഫദ്ല ലി അറബിയിൻ അല അജമി വല ലി അജമിയിൻ അല അറബി, ഒരു അറബിക്ക് ഒരു അനറബിയേക്കാൾ പ്രത്യേകിച്ച് ഒരു ശ്രേഷ്ഠതയും ഒരു അനറബിക്ക് ഒരു അറബിയേക്കാൾ പ്രത്യേകിച്ച് ഒരു ശ്രേഷ്ഠതയും ഇല്ല, ഇല്ല ബി തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ, അള്ളാഹനെ സൂക്ഷിച്ചാലല്ലാതെ. യബ്ന ആദം, ആദമിൻ്റെ മകനെ, ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ, ലൗ അതൈതനി നീ എൻ്റെ അരികിൽ വന്നെത്തുകയാണ്, മരിച്ചതിന് ശേഷം. ലൗ അതൈതനി നീ എൻ്റെ അരികിൽ വന്നെത്തുകയാണ്, ബിഖുറാബിൽ അർദി ഖതായ, ഖുറാബ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും നിറഞ്ഞുകൊണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലെങ്കിൽ നിറയുന്നതിനോട് അടുത്തുകൊണ്ട്. ഒരു കോപ്പയിൽ വെള്ളം നിറച്ചാൽ അത് ഖുറാബാണ്, അതല്ലെങ്കിൽ അത് നിറയാനായിട്ടുണ്ട് എങ്കിൽ അത് ഖുറാബാണ്. ലൗ അതൈതനി ബിഖുറാബിൽ അർദ്, നീ ഭൂമി നിറയെ തെറ്റുകളുമായി എൻ്റെ അരികിൽ വന്നാൽ. ഭൂമി നിറയെ തെറ്റ് ചെയ്യാൻ അത്ര വലിയ തെറ്റുകൾ അവൻ ചെയ്തിരിക്കണം. സുമ്മ ലഖീതനി, നീ ആ തെറ്റുകളുമായി എന്നെ കണ്ടുമുട്ടുമ്പോൾ ലാ തുശ്രികു ബി ഷൈഅൻ, നീ എന്നിൽ ശിർക്ക് ചെയ്തിട്ടില്ല. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ ശിർക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ മുൻപ് പലതവണ പറഞ്ഞതുപോലെ ശിർക്കിൻ്റെ എല്ലാ ഇനങ്ങളുമാണ്. ഷിർക്കുൻ അക്ബർ, ഷിർക്കുൻ അസ്ഗർ, ഷിർക്കുൻ ഖഫി, എല്ലാ ഷിർക്കും. ഒരു ഷിർക്കും നീ ചെയ്തിട്ടില്ല. അത് സഹോദരങ്ങളെ, ചില ആളുകൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന സ്ഥലമാണ്. ഞാൻ വലിയ ഷിർക്കും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ അങ്ങ് പരലോകത്തേക്ക് അങ്ങ് പോവന്നെ, അവിടെ എത്തുമ്പോൾ നോക്കാം എന്ന് പറയുന്ന അവസ്ഥ ചില ആളുകളിൽ കാണാറുണ്ട്. ഇല്ല, ശിർക്ക് വലുത് ചെയ്യാൻ പാടില്ല, ചെറുത് പാടില്ല, ഖഫിയായതും പാടില്ല, ഗോപ്യമായതും പാടില്ല. ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതാ സുമ്മ ലഖീത ലാ തുശ്രികു ബി ഷൈഅൻ ലഖീതുക ബിഖുറാബിഹാ മഗ്ഫിറ, നീ അങ്ങനെ ശിർക്ക് ചെയ്യാതെ ഭൂമി നിറയെ തിന്മകളുമായി എൻ്റെ അരികിൽ വന്നാലും ഞാൻ ഭൂമി നിറയെ പാപമോചനവുമായി നിൻ്റെ അരികിലേക്ക് വരുന്നതാണ്. നിന്നെ ഞാൻ കണ്ടുമുട്ടുന്നത് ഭൂമി നിറയെ പാപമോചനവുമായി കൊണ്ടേ. പണ്ഡിതന്മാർ പറഞ്ഞ ഹദീസ് അല്ലാഹു അലം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭൂമി നിറയെ പാപം, അത്രയും വലിയ തെറ്റുകൾ അവൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ചെയ്തതിന് ശേഷം അവൻ തൗഹീദ് പുതുക്കിക്കൊണ്ടാണ് മരിക്കുന്നത് എങ്കിൽ, തൗഹീദ് ഹൃദയത്തിൽ ഉറച്ച ഒരാൾ ഭൂമി നിറയെ പാപങ്ങൾ ചെയ്യുക എന്നത്, തൗബ ചെയ്യാതെ ഭൂമി നിറയെ പാപങ്ങൾ അവൻ്റെ അരികിൽ കുന്നുകൂടുക എന്നത് വളരെ വിദൂരമായി സംഭവിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. അപ്പം അവൻ തൗഹീദ് പുതുക്കിക്കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ടാണ് നോക്കൂ നിങ്ങൾ, രാവിലെ എണീച്ചത് മുതൽ നമ്മൾ എത്ര തവണയാണ് തൗഹീദ് പുതുക്കുന്നത്. ഓരോ ദിക്റുകളിലും അദാനുകൾക്കും ഉദു എടുത്താൽ, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാൽ, നിസ്കാരത്തിന് ശേഷമുള്ള ദിക്റുകൾ, നിസ്കാരത്തിനുള്ളിലുള്ള ദിക്റുകളിൽ തൗഹീദ് പുതുക്കിക്കൊണ്ടേയിരിക്കുന്നവനാണ് മുഅ്മിൻ.
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അവൻ ആത്മാർത്ഥമായി പുതുക്കിക്കൊണ്ടാണ് അള്ളാഹുവിനെ അവൻ കണ്ടുമുട്ടുന്നത് എങ്കിൽ ലഖീതുക ബിഖുറാബിഹ മഗ്ഫിറ, നിന്നെ ഭൂമി നിറയെ പാപമോചനവുമായി ഞാൻ കണ്ടുമുട്ടും. സഹോദരങ്ങളെ, അതുകൊണ്ട് തെറ്റുകളുണ്ട് എങ്കിൽ തൗബ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് നിന്നെ മരണം പിടികൂടെന്ന് പറയാൻ പറ്റുന്നത്? ഈ ഹദീസ് ഒരിക്കലും ഭൂമി നിറയെ തെറ്റുമായി ധൈര്യത്തിൽ പോകാനല്ല പഠിപ്പിക്കുന്നത്. പിന്നെയോ, ഭൂമി നിറയെ തെറ്റുണ്ട് എങ്കിലും തൗഹീദിലുള്ള അവസ്ഥയിൽ അങ്ങനെ നീ മരിച്ചുപോയാൽ നിനക്ക് അള്ളാഹുവിൻ്റെ പാപമോചനത്തിൽ പ്രതീക്ഷയുണ്ട്. പക്ഷെ അപ്പോൾ അതിനുവേണ്ടി എന്ത് ചെയ്യണം? എപ്പോഴും തൗഹീദ് പുതുക്കിക്കൊണ്ടിരിക്കുക. പല ആളുകളും ദിക്റുകൾ പലതും ചൊല്ലും, പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ചൊല്ലില്ല. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അതാണ് ഏറ്റവും അഫ്ളലായ ദിക്ർ. അതിൽ പലതും ഒരുമിച്ചിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഈ ഹദീസ് തൗഹീദിൻ്റെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അവസാനം എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇത്രയധികം ആയത്തുകൾ, ഇത്രയധികം ഹദീസുകൾ തൗഹീദിൻ്റെ കാര്യത്തിൽ നമ്മൾ കേട്ടു. ഇതിൻ്റെ പ്രതിഫലം മനസ്സിലാക്കി തരണം. ഇത് കേട്ടതിന് ശേഷം തൗഹീദ് പഠിക്കുന്നതിൽ ഒരു മുഅ്മിൻ അലംഭാവം കാണിക്കുക എന്നത് ഒരിക്കലും അവൻ്റെ അടുത്ത് സംഭവിക്കാൻ പാടില്ല. ഇത്രയും ആയത്തുകളും ഹദീസുകളും കേട്ടതിന് ശേഷം എൻ്റെ ഷെയ്ഖ്, എൻ്റെ ഉസ്താദ്, പള്ളിയിലെ മുസ്ലിയാർ, പള്ളിയിലെ ഖത്തീബ്, മൗലവി, എൻ്റെ സംഘടന, എൻ്റെ ഗ്രൂപ്പ്, ഇന്ന ആള്, ഇന്ന സംഘടന, ഇന്ന സംഘം, ഇന്ന നാട്ടുകാർ, ഇതൊന്നും സഹോദരങ്ങളെ തൗഹീദിൻ്റെ കാര്യത്തിൽ സംശയകരമായ ഒരു കാൽവെപ്പ് വെക്കാൻ നിന്നെ പ്രേരിപ്പിക്കരുത്. തൗഹീദ് വളരെ 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 ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇത്രയധികം നീ പഠിച്ചു കഴിഞ്ഞാൽ ഇത് മനസ്സിലാക്കി. ഇത്രയും ആയത്ത് ഹദീസൊക്കെ കേട്ടതിന് ശേഷം തൗഹീദ് പഠിക്കാതെ വിടുക എന്നതോ, അതിലൊരു അശ്രദ്ധ കാണിക്കുക എന്നതോ, അതിൽ തമാശയും അലംഭാവവും കാണിക്കുക എന്നതോ ഒരു മുഅ്മിനിന് ഒരിക്കലും യോജിച്ചതല്ല എന്ന് പറയാൻ ഈ അധ്യായം മതിയായതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ പഠിച്ച വിജ്ഞാനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു നാം ഏവരെയും തൗഹീദിൽ ജീവിപ്പിക്കുകയും അതിലേക്ക് ക്ഷണിക്കുന്നവരാക്കി അള്ളാഹു നമ്മെ ഏവരെയും നിലനിർത്തുകയും തൗഹീദ് പറയുന്ന അവസ്ഥയിൽ, തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ, അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ മരണം വരിക്കാൻ നമുക്ക് അള്ളാഹു തൗഫീഖ് നൽകുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ അഹ്യിന മുസ്ലിമീൻ വഅമിത്ന മുസ്ലിമീൻ വതവഫന മുസ്ലിമീൻ വഅൽഹിഖ്ന ബിസ്സാലിഹീൻ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه وسلم.